ചെയ്യുവാൻ നമ്മിൽ വ്യാപിക്കാൻ കഴിയുന്നവന് മതി. കണ്ണുകളടച്ചാൽ എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ചാൽ എല്ലാ കണ്ണുകളും യേശുവിന്റെ നാമത്തിൽ എല്ലാവരും ചാരത്തിരിക്കുന്നവരും ദൂരത്തിരിക്കുന്നു എല്ലാരും കണ്ണുകളടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചു ഒരു നിമിഷം പ്രാർത്ഥിച്ച് എല്ലാവരും യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു നിറവ് ഇന്ന് പകൽ നമ്മുടെ നടുവിലുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവേ എന്റെ ഉള്ളത്തോട് സംസാരിക്കണം. അവിടുത്തെ ശബ്ദം എന്നെ കേൾപ്പിക്കുക മാത്രമല്ല, അവിടുത്തെ ശബ്ദം എന്നെ വിടിപ്പിക്കണം. അവിടുത്തെ ശബ്ദം എന്നെ പണിയണം. നമുക്കൊന്ന് ഏൽപ്പിക്കാം. ജീസസ് നെയിം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും അല്പസമയം പ്രാർത്ഥിച്ച് എന്റെ കുറവോർക്കരുത്. എന്നോട് ദൈവം സംസാരിക്കണം. ദൈവവചനത്തോടെ ഏകീഭവിപ്പാൻ, ദൈവാലോചനയുടെ മുമ്പിൽ വിധേയപ്പെടാൻ എന്നെ സഹായിക്കണം. എന്റെ മനസ്സിനെ അതിനായി ഒരുക്കണം. ഏകാഗ്രത എനിക്ക് നൽകിത്തരണം. ദൈവവചനം ധ്യാനിക്കുവാൻ, പഠിക്കുവാൻ, പ്രാപിപ്പാനുള്ള കൃപ എന്റെ മേൽ ചൊരിയണം. ഒരു നിമിഷം എല്ലാരും പ്രാർത്ഥിച്ചാട്ടെ. ജീസസ്, ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ പാടിയതുപോലെ എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഈ ഉലകിൽ കാണുന്നില്ല, മേലായി ഞാൻ കാണുകയുമില്ല. ആ കർത്താവിന്റെ സൗന്ദര്യം നമ്മുടെ നടുവിൽ ഇന്നൊരു സാന്നിധ്യമായി വെളിപ്പെടാൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഏകരക്ഷകൻ, ഞങ്ങളുടെ നിത്യ ദൈവവുമായിരിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ആരാധന ഇത്രത്തോളം സഹായിച്ച ദൈവത്തിന്റെ ആത്മാവിന് നന്ദി. തുടർന്ന് വായിച്ച തിരുവചനത്തിനെ ദൈവകരത്തിൽ തരുന്നു. കർത്താവ് അതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് തരണമേ. തിരുവെടുത്ത് പഠിപ്പിക്കുന്നത് പോലെ യേശു പറഞ്ഞു, നിങ്ങൾ അവരെ പന്തി പന്തിയായി ഇരുത്തുവിൻ. ഇരുത്തിയവർക്ക് തൃപ്തി വരത്തക്കവണ്ണം പിന്നീട് ശേഷിക്കത്തക്കവണ്ണവും എന്റെ ദൈവം അതിനെ വർദ്ധിപ്പിച്ചതുപോലെ വായിച്ച തിരുവെഴുത്ത് ഇരിക്കുന്ന ജനത്തെ തൃപ്തീകരിക്കണമെന്ന് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാൻ ബലപ്പെടുത്തണം. ശുശ്രൂഷകൾക്ക് വിരുദ്ധമായി വ്യാപരിക്കുന്നതിനെ യേശുവിന്റെ നാമത്തിൽ അതിന്മേൽ പ്രാർത്ഥിച്ച് ജയം കൽപ്പിക്കുന്നു. ആദിയോടന്ന് കർത്താവ് അനുഗ്രഹിക്കണം. അവിടുത്തെ നാമം മഹത്വപ്പെടും. യേശുവിൻ നാമത്തിൽ തന്നെ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിൽ വാഴ്ത്തപ്പെടുമാറുണ്ട്. നമുക്ക് വളരെ സുപരിചിതമാകുന്ന ഒരു തിരുവെഴുത്താണ് നമ്മൾ വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ ഈ വചനം നമുക്കൊരു അനുഗ്രഹം. പ്രത്യുത ഈ ആരാധനയുടെ വാത്സല്യ സഹോദരൻ, കൂടപ്പെട്ടു വന്നിരിക്കുന്ന മാന്യ ദൈവമക്കൾ, സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ
ക്രിസ്തുയേശുവിൽ സ്നേഹത്തോടുള്ള വന്ദനങ്ങളെ പ്രകാശം. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽ നമ്മളെ ശ്രേഷ്ഠമാണ്. ഞാൻ സത്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു സാന്നിധ്യം അനുഭവിപ്പാൻ ഇന്ന് പകൽ കർത്താവ് നമ്മളെ സഹായിച്ചു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ എന്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ കൊച്ചു കുഞ്ഞ് എത്ര വയസ്സ്? 5 വയസ്സ്. 5ാം ക്ലാസ്സിലല്ല, 5 വയസ്സ്. 5 വയസ്സുള്ള ഈ കുഞ്ഞു വരെ ആത്മാവിൽ ആരാധിക്കുക. ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിക്കുക. നന്ദിയോടെ ഞാൻ യേശുവിനെ വാഴ്ത്തുന്നു. കുഞ്ഞുങ്ങളെല്ലാം ദൈവകൃപയിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. മുഖവുരകളൊന്നും ഞാൻ ഇനി പറഞ്ഞ് സമയത്തെ നഷ്ടപ്പെടുത്തില്ല. ചൂടിന്റെ പ്രയാസമുണ്ട്. സ്തോത്രം. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് അല്പസമയം മുൻപോട്ട് പോയാണ് മീറ്റിംഗ് നിർത്തിയത്. ഹല്ലേലൂയ. ഓൺ ടൈമിൽ നിർത്തണമെന്ന് ഞാൻ വളരെ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് വേഗത്തിൽ മുഖവുരയെല്ലാം മാറ്റി വായിച്ച തിരുവചനത്തിലേക്ക് വരാം. പ്രത്യുത ഈ ശുശ്രൂഷ, ഈ വചനം സ്തോത്രം നിങ്ങൾക്ക് ഇന്ന് യൂട്യൂബിൽ ലഭിക്കത്തില്ല. കാരണം ലാപ്ടോപ്പിന് ചെറിയൊരു കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട് സ്തോത്രം വരും ദിവസങ്ങളിലെ മെസ്സേജ് യൂട്യൂബിൽ ലഭിക്കത്തുള്ളൂ. അതുകൂടി സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് സഹായിക്കും. വേഗത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് അടുക്കുന്നു. വളരെ സുപരിചിതമായ ഒരു വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി വായിച്ചത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ് ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി വായിച്ചാട്ടെ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് പകൽ അല്പ സമയം ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മിൽ ദൈവം പകർന്നു തന്ന ശക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും? സ്തോത്രം. എന്തിനെല്ലാം അതിന് കഴിയും? ഹല്ലേലൂയ. നമ്മിൽ ദൈവം പകർന്നു തന്ന ദൈവത്തിന്റെ ശക്തിക്ക് നമ്മിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും? സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ മേൽ അത് പകർന്ന നമ്മുടെ കർത്താവിന് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഇതാണ് ഇന്ന് പകൽ ധ്യാനിക്കാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. എന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധയാത്മാവ് എന്നോട് ശക്തമായി ഇടപെട്ട ഒരു ദൂതാണ്. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥനയോടെ ഇരുന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം ഒരു അനുഗ്രഹമായി മാറും. പേരെന്താ? ഫസ്റ്റ് ടൈം അല്ലേ വരുന്നത്? ഓക്കെ, സ്വാഗതം കേട്ടോ. ദൈവാനുഗ്രഹിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മഹത്വമായി തീരട്ടെ. സത്യത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ്. അല്ലേ? 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 ആണോ? ഓ, സ്തോത്രം. നനയ്ക്കുന്നതിലും ചോദിക്കുന്നതിലും ഒക്കെ അതിലും കവിഞ്ഞ്
ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ഇത് കേൾക്കുമ്പോ നമുക്കങ്ങ് സന്തോഷം അല്ലേ? പക്ഷെ ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്. അത് കേൾക്കുമ്പോ ഉള്ള സന്തോഷം കൂടെ പോവെന്നാണ് എന്റെ പേടി. സ്തോത്രം. വളരെ പ്രാർത്ഥനയോട് നമുക്കറിയാം, എഫേസ്യർക്കാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. വെച്ചാൽ എഫെസോസ് പൗലോസ് ഈ ലേഖനം എഴുതുന്നു. എഫെസോസ് എന്ന് പറഞ്ഞാൽ പ്രാചീന കാലത്തിലെ പ്രധാനപ്പെട്ട 7 അത്ഭുതങ്ങളിൽ ഒരത്ഭുതമായ ഡയാന ദേവിയുടെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദേശമായിരുന്നു എഫെസോസ്. മന്ത്രവാദത്തിന്റെയും ആഭിചാരങ്ങളുടെയും ഒക്കെ കേന്ദ്രമായിരുന്നു എഫെസോസ്. സ്തോത്രം. എന്നാൽ ഇതിന്റെ നടുവിൽ ഏകദേശം 3.5 വർഷം പൗലോസ് എഫെസോസിൽ സുവിശേഷം പ്രസംഗിച്ചു. ശ്രദ്ധിക്കണമേ, പൈശാചിക ശക്തികൾ കുടിയിരിക്കുന്നതിന്റെ നടുവിൽ പ്രാചീന കാലഘട്ടത്തിലെ അത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ട അത്ഭുതം എന്ന് വിശേഷിപ്പിക്കുന്ന ഡയാനാദേവിയുടെ കുടിയിരിക്കുന്ന ആ ക്ഷേത്രമുള്ള ഇടത്തും അപ്പോസ്തലനായ പൗലോസ് 3.5 വർഷം യേശു എന്ന രക്ഷകനെ ഉയർത്തുന്നു. ഈ 3.5 വർഷം കൊണ്ട് എഫെസോസിലും അതിന്റെ സമീപ പ്രദേശങ്ങളിലും അനേക സഭകൾ സ്ഥാപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ചരിത്രം ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. സുവിശേഷം വീഴുന്ന മണ്ണിൽ മാറ്റങ്ങൾ ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഈ 7 സഭകൾ, ഈ എഫെസോസിൽ ഉള്ള 7 സഭ മാത്രമല്ല, അതിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ മറ്റു സഭകളുണ്ട്. പക്ഷെ ഈ എഫെസോസിലെ പ്രധാനപ്പെട്ട 7 സഭകൾക്കാണ് യോഹന്നാൻ മുഖാന്തരം കർത്താവ് ദൂതറിയിച്ചു. വെളിപ്പാട് ജീസസ്. ഓക്കെ, ഒരു അത്ഭുതങ്ങളിൽ ഇടം പിടിച്ച ക്ഷേത്രം വാഴുന്ന ആ രാജ്യത്തിന്റെ നടുവിൽ, ആ ദേശത്തിന്റെ നടുവിൽ സുവിശേഷത്തിന്റെ വിത്ത് വിതച്ചപ്പോൾ അവിടെ അനേക സഭകൾ തലപൊക്കുവാനിടയായി. ഹല്ലേലൂയ. ഈ പുസ്തകം പഠിക്കുമ്പോൾ ഇതിൽ 3 പ്രധാനപ്പെട്ട കാര്യം അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്, യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചവർക്ക് ലഭിക്കപ്പെടുന്ന അത്യുന്നതമാകുന്ന പദവി. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് അത്യുന്നതമാകുന്ന ഒരു പദവി ഉണ്ടെന്ന് ഈ പുസ്തകത്തിലൂടെ പൗലോസ് ബോധ്യപ്പെടുത്തുന്നു. 2, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ കുറിച്ച് ബോധ്യപ്പെടുന്നു. 3, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ഉന്നത പദവിക്കനുസരിച്ചുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമ്മൾ കാഴ്ചവെക്കണമെന്ന് പൗലോസ് പറയുന്നു. മനസ്സിലായോ? 3 കാര്യം. നമ്പർ 1, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വിശ്വാസിക്ക് അത്യുന്നതമാകുന്ന ഒരു പദവിയുണ്ട്. നമ്പർ 2, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ സത്യം പൗലോസ് വെളിപ്പെടുത്തുന്നു. നമ്പർ 3, നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന പദവിക്കനുസരിച്ച് നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ നിങ്ങൾ ക്രമപ്പെടുത്തുക. ഒന്നുകൂടെ കയറി പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പദവി എന്താന്ന് നമ്മൾ മനസ്സിലാക്കും.
അറിയാവോ നമ്മുടെ പദവി? സ്വത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ഇന്നലകളിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ എവിടെ കടന്നത്? സങ്കീർത്തനക്കാരന്റെ ഭാഷ പറഞ്ഞ കുപ്പയിൽ, അല്ലെ, ചേറ്റിൽ. അവിടെ നിന്ന് അവൻ എന്നെ ഉയർത്തി, ഉറപ്പുള്ള പാറയിൽ എന്റെ കാലുകളെ നിർത്തി, എന്റെ നാവിൽ പുതിയൊരു പാട്ട് തന്നു. എന്റെ ദൈവത്തിന് സ്തുതി തന്നെ. അല്ലേ? ഒരു യോഗ്യതയും അർഹതയും ഇല്ലാത്ത സ്ഥാനത്ത് ഹല്ലേലൂയ ദൈവം നമ്മളെ ദത്തെടുത്തു സ്വന്തം മക്കളായി. 3-ാം അധ്യായം പഠിക്കുമ്പോൾ ആ മർമ്മം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം മുതലൊന്ന് പിന്നീട് വായിച്ച് പഠിച്ചാൽ മതി. 3-ാം അധ്യായത്തിൽ ആ മർമ്മം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പദവി എന്താ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചു കേട്ടെ, പൗലോസ് വ്യക്തമായി ഈ ലേഖനത്തിലൂടെ നമ്മളെ ഉത്ബോധിപ്പിക്കുന്ന കാര്യം ഞാൻ വളരെ ഭയത്തോടെയും പ്രാർത്ഥനയോടെ നിങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ പദവിക്കനുസരിച്ച് നമ്മുടെ പ്രായോഗിക ജീവിതത്തെ ക്രമപ്പെടുത്തണം. എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? എത്ര പേർക്ക് പറഞ്ഞ മനസ്സിലായി? പദവിക്കനുസരിച്ച് പ്രായോഗിക ജീവിതത്തെ എന്ത് ചെയ്യണം? ക്രമീകരിച്ചു വേണം ജീവിക്കാൻ. എന്ന് വെച്ചാൽ നിന്റെ പദവി എന്താണെന്നറിഞ്ഞ് അതിനനുസരിച്ച് വേണം ജീവിക്കാൻ. സ്തോത്രം. ഞാൻ പറയട്ടെ, ഒരു സ്ഥാനത്ത് ജീവിക്കുന്ന ഒരാൾ സംസാരിക്കുമ്പോ ശ്രദ്ധിക്കണം. ശരിയാണോ? അല്ലേ? ഫോർ എക്സാമ്പിൾ, നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹം ഇരിക്കുന്നത് ഒരു സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനത്താണ്, അല്ലേ? അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ അത് വൈറലാകും. അതുകൊണ്ട് തന്നെ പറയുന്ന വാക്കുകളെ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രമക്കേട് വന്ന വൈറലാകും. കാരണം അദ്ദേഹം നിൽക്കുന്ന ഒരു പദവി. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവും? പദവിക്കനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി വേണം മുമ്പോട്ട് പോകാൻ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ, നമുക്ക് അത്യുന്നതമാകുന്ന ഒരു പദവി ദൈവം തന്നിട്ടുണ്ട്. ആ പദവിക്കനുസരിച്ച് വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നയിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഞാന് ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ഒരാള്, ഒത്തിരി ഫ്രണ്ട്സ്, ഒരുപാട് ഫ്രണ്ട്സ് ഉള്ള ആളായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല, സ്തോത്രം. ഇപ്പോഴും ഉണ്ട്. ഹിന്ദുക്കളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, എന്റെ നല്ല സുഹൃത്തുക്കളുണ്ട്, ഇപ്പോഴും. പക്ഷേ എന്നെ കർത്താവ് ഈ പദവിയിലാക്കിയപ്പോൾ ഈ പദവിക്ക് കോട്ടം സംഭവിക്കുന്ന സൗഹൃദങ്ങളിൽ നിന്ന് ഞാൻ അകന്നു. അപ്പൊ അവര് പറഞ്ഞൊരു വാക്കിങ്ങനാണ്, അവനിപ്പം ജാടയാ. അവനിപ്പം ജാടയാ. കണ്ടാ എന്ത്? ഞാൻ വീണ്ടും ചിരിക്കും. കൂടുതൽ വർത്തമാനത്തിന് നിൽക്കാറില്ല. ഇവന്മാരെല്ലാം കൂട്ടം കൂടി നിൽക്കുമ്പോ സ്വോത്രം ഞാൻ ഒരു ഹായ് പറഞ്ഞ് ഞാനിങ്ങ് പോരും. ഞാൻ കൂടെ അങ്ങനെ നിൽക്കാറില്ല. അപ്പൊ എന്താ പറയുന്നത്? പഴയ ആളൊന്നും അല്ല. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല. നമ്മുടെ പദവിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ക്രമക്കേട് വരാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കുള്ളതാണ്. ജീസസ്. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലായി? ഇത് തന്നെയാണ് പൗലോസ് എഫെസ്യ സഭയോട് പറയുന്നത്. നിങ്ങളുടെ പദവി അനുസരിച്ച് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തെ ക്രമപ്പെടുത്തിക്കോ. എന്ന് വെച്ചാൽ പദവി മറന്ന് ജീവിക്കരുത്. ഒന്നുകൂടെ കയറി പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൂത് ഇന്ന് പകൽ വളരെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് ക്രിസ്തീയ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കോട്ടെ. റോമൻ കാരാഗ്രഹത്തിൽ വെച്ചാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. നമുക്കറിയാം, കാരാഗ്രഹ ലേഖനം എന്നറിയപ്പെടുന്നത് എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസിയർ,
ഫിലോമോൻ. ഈ ലേഖനങ്ങളെയാണ് കാരാഗ്രഹ ലേഖനങ്ങൾ എന്നറിയപ്പെടുന്നത്. എഫിയസിയർ, ഫിലിപ്പിയർ, കൊലോസിയർ, ഫിലോമോൻ. സ്തോത്രം, ഹല്ലേലൂയ. ഈ 4 ലേഖനങ്ങളാണ് കാരാഗ്രഹ ലേഖനങ്ങൾ. അപ്പൊ പൗലോസ് പറയുന്നു, എന്നാൽ നിങ്ങൾ നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലുമൊക്കെ ചോദിക്കുന്നതിലുമൊക്കെ അത്യന്തപരമായി നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരുവനുണ്ട്. ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ അതൊന്ന് വായിച്ചു നോക്കി. ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, now unto him that is able to do exceeding abundantly above all that we ask or think according to the power that worketh in us. എന്ന് പറഞ്ഞാൽ മലയാളം ബൈബിളിൽ എഴുതിയത് എന്നാൽ എന്നാണ്, അല്ലേ? അങ്ങനല്ലേ നമ്മൾ വായിച്ചേ? എന്നാൽ. പക്ഷെ ഇംഗ്ലീഷിൽ ഞാൻ നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ, നൗ എന്ന് എഴുതിയിരിക്കുന്നു. ഇപ്പോൾ. സ്തോത്രം, ഹല്ലേലൂയ. 2 കാര്യം പ്രാരംഭത്തിൽ പറഞ്ഞിട്ട് ദൂതിലേക്ക്. മലയാളത്തിൽ എന്നാലെന്നാ പറഞ്ഞു, ഇംഗ്ലീഷിൽ ഇപ്പോൾ. ഇത് രണ്ടും കൂടെ അങ്ങ് ചേർത്ത് പഠിക്കാം. എന്നാലെന്ന് പറഞ്ഞാലും ഇപ്പോൾ എന്ന് പറഞ്ഞാലും അതിന്റെ പുറകിൽ എന്തോ ഉണ്ട്. സ്തോത്രം. എന്നാൽ എന്ന് പറഞ്ഞാലും ഇപ്പോൾ എന്ന് പറഞ്ഞാലും അതിന്റെ പുറകിൽ കടന്നുപോയൊരു സമയമുണ്ട്. ആ സമയത്തിന് പ്രാധാന്യമുണ്ട്. എന്നാൽ എന്ന് പറയണമെങ്കിലും ഇപ്പോൾ എന്ന് പറയണമെങ്കിലും അതിന്റെ പുറകിൽ കടന്നുപോയൊരു ടൈമാണ്. സ്തോത്രം. അത് 14-ാം വാക്യം മുതൽ. 14-ാം വാക്യം തിരുവെടുത്ത് പറയുന്നു, നിങ്ങൾ നനയ്ക്കുന്നതിലും ചോദിക്കുന്നതിലും ഒക്കെ അത്യന്തപരമായി ചെയ്യണമെങ്കിൽ ഇതിന്റെ പുറകിൽ ചില കാര്യങ്ങൾ കിടപ്പുണ്ട്. 14-ാം വാക്യത്തിൽ പറയുന്നു, പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തണം. ഒരാമേൻ പറഞ്ഞേ. സ്തോത്രം. നമ്മൾ ചോദിക്കുന്നത് പോലെ ചോദിക്കുന്ന വേറെ ആരും ഇല്ല. നമ്മൾ പെന്തക്കോസ്തുകാര് ദൈവത്തെ ശല്യപ്പെടുത്തുന്നത് പോലെ വേറെ ആരും ദൈവത്തെ ശല്യപ്പെടുത്താറില്ല. സ്തോത്രം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നവനോടാണ് ഈ ദൂതാത്മാവ് ഇടപെടുന്നത്. ശ്രദ്ധിച്ചു കേട്ട, ചോദിക്കുന്നതിന് മുമ്പ് നീ ദൈവസന്നിധി മുട്ടുകുത്തണം. 14-ാം വാക്യം, നീ മുട്ടുകുത്തണം. 16-ാം വാക്യത്തിൽ പറയുന്നത് അടുത്തത്, അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തണം. അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തണം. 17-ാം വാക്യത്തിൽ വരുമ്പോൾ ക്രിസ്തു ഹൃദയത്തിൽ വസിക്കണം. സ്തോത്രം. നനച്ചോണ്ടും ചോദിച്ചോണ്ടും ഇരിക്കുക. ഇത് ക്രമപ്പെടുത്തിയാലേ കിട്ടത്തുള്ളൂ കേട്ടോ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണേ. സ്തോത്രം, ഹല്ലേലൂയ. ക്രിസ്തു ഹൃദയത്തിൽ വസിക്കണം. അടുത്ത പറയുന്നു, ക്രിസ്തുവിന്റെ സ്നേഹം അറിയണം. കണ്ടോ? എന്നാൽ ഇപ്പോൾ എന്നതിന് മുമ്പ് പൗലോസ് ദൈവസഭയോട് ഉണർത്തിക്കുന്ന ദൂതാണ് 14-ാം വാക്യം മുതൽ പരാമർശിച്ചിരിക്കുന്നത്. പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തണം, അകത്തെ മനുഷ്യനെ ശക്തിയോടെ ബലപ്പെടുത്തണം, ക്രിസ്തു ഹൃദയത്തിൽ വസിക്കണം, ക്രിസ്തുവിന്റെ സ്നേഹം അറിയണം. അതിന്റെ വീതി, അതിന്റെ നീളം, അതിന്റെ ഉയരം, അതിന്റെ ആഴം. വീതി എന്തിനെ കാണിക്കുന്നു? യേശുവിന്റെ സ്നേഹം അതിരുകളില്ല. ഒരാമേൻ പറഞ്ഞേ. യേശുവിന്റെ സ്നേഹം അനുഭവിക്കുന്നവര് മാത്രം. വീതി എന്തിനാ പൗലോസ് വീതി എഴുതിയത്? വേറൊന്നുമല്ല, വീതി യേശുവിന്റെ സ്നേഹത്തിന് അതിരില്ല.
അതിരില്ലാതെ സ്നേഹിക്കുന്ന ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് ഞാനും നീയും ആരാധിക്കുന്ന യേശുവിന്റെ സ്നേഹമാണ്. അടുത്ത പറയും നീളം എന്തിനെ കാണിക്കുന്നു? അതിന് അന്തമില്ല. യേശുവിന്റെ സ്നേഹത്തിന് അന്തമില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത പറയുന്ന ഉയരം ഉയരം എന്തിനെ കാണിക്കുന്നു? അതിന് അളവില്ല. യേശുവിന്റെ സ്നേഹത്തിന് അളവില്ല. അടുത്ത പറയുന്ന ആഴം, അത് അത്യാഘാതമായതാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്ന് വെച്ചാൽ അതിരില്ല, അന്തമില്ല, സ്തോത്രം ഹല്ലേലൂയ, അളവില്ല, അത്യാഘാതമായതാണ്. ഇതാണ് യേശുവിന്റെ സ്നേഹം. പൗലോസ് പറയുന്നു, ഇതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. ഒരാമേൻ പറഞ്ഞേ, ഒരാമേൻ പറഞ്ഞു. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഇതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. മനസ്സിലായോ? ഇതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. യോഹന്നാന്റെ സുവിശേഷം 15:13 ക്രിസ്തു തന്നെ പറയുന്നു, സ്നേഹിതന്മാർക്കു വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കും ഇല്ല. ഒരാമേൻ പറയാമോ? സ്നേഹിതന്മാർക്കു വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കുന്നതിലും അധികമായൊരു സ്നേഹം ആർക്കുമില്ല എന്ന് പറഞ്ഞത് മനുഷ്യനല്ല, സാക്ഷാൽ ക്രിസ്തുവാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ സ്നേഹം നിന്റെ അകത്തു വസിക്കണം. മനസ്സിലായോ? അവസാനം പറയുന്നത് 19-ാം വാക്യത്തില് ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറയണം. ഹലോ, എത്ര പേർക്ക് മനസ്സിലായി? ഇത്രയും പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്, എന്നാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ അവൻ ചെയ്യും. ഒരാമേൻ പറയാമോ? നീ ചെയ്യേണ്ടത് കാര്യം നീ ചെയ്താൽ അടുത്തതും നിനക്ക് വേണ്ടി ചെയ്യാൻ ഒരു ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥനയിൽ മുട്ടുമടക്കാതെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്താതെ ക്രിസ്തു ഉള്ളിൽ വസിക്കേണ്ട പോലെ വസിക്കാതെ ക്രിസ്തുവിന്റെ സ്നേഹം അകത്തു കാണേണ്ട പോലെ കാണാതെ ആത്മാവിന്റെ നിറവിനോളം വളരാതെ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ തരുമെന്ന് വിചാരിക്കേണ്ട, കിട്ടത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നാൽ ഇത് ക്രിസ്തീയ ജീവിതത്തിൽ വഹിക്കുന്ന ദൈവവൈദ്യനാണെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്ക് വേണ്ടി അവൻ പ്രവർത്തിക്കും. അടുത്ത ഞാൻ ഇംഗ്ലീഷിൽ വായിച്ച ആ വേർഡ് ഞാനൊന്ന് പറയാം. ഇപ്പോൾ ഞാൻ സത്യത്തിൽ ആ ഇംഗ്ലീഷിൽ ഞാനത് വായിച്ചു നോക്കിയപ്പോൾ അല്ലെങ്കിൽ അതിന്റെ മലയാളം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി അനുസരിച്ച്. ആ വാക്ക് നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റോണം കേട്ടോ. ഇപ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി അനുസരിച്ച് നാം ചോദിക്കുന്നതോ നാം ചിന്തിക്കുന്നതോ ആയ എല്ലാറ്റിനും മീതെ സമൃദ്ധിയായി ചെയ്യാൻ കഴിയുന്നവൻ എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഹല്ലേലൂയ. മനസ്സിലായി? ഇപ്പോൾ നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തി. അവിടെ വരുമ്പോൾ ആ വിഷയം രണ്ടാമത്തെ. ഒന്നാമത്തെ വിഷയം പുറകിൽ ചിലത് ദൈവം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്നത്. അത് ഏറ്റെടുത്ത് ചെയ്താൽ നമ്മുടെ ലൈഫിൽ ദൈവ സമൃദ്ധിയായി ചിലത് വെളിപ്പെടും. രണ്ടാമത് പറയുന്നത് കേട്ടോ, ഞാൻ അതിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ നിങ്ങളിൽ വെളിപ്പെടുന്ന, ഇപ്പോൾ നിങ്ങളിൽ നിലനിൽക്കുന്ന ശക്തി അനുസരിച്ച്. ഒരാമേൻ പറയാമോ? ഒരാമേൻ പറയാമോ? സത്യത്തിൽ നമ്മൾ പലപ്പോഴും
പലപ്പോഴും അല്ല, മിക്കപ്പോഴും എന്ന് പറയാം അല്ലേ. ചോദിക്കുന്നവരാ, നനയ്ക്കുന്നവരാ, ആഗ്രഹിക്കുന്നവരാ, അല്ലേ? അല്ലേ? ആണ്. ആഗ്രഹത്തിന് കുറവുള്ള ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ആഗ്രഹത്തിന് കുറവുള്ളവരാരെങ്കിലും സൂമിലുണ്ടോ? ഹല്ലേലൂയ. നമ്മൾ വെറുതെ പറയും, പാസ് എനിക്ക് വലിയ ആഗ്രഹവും ഇല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയം ഓപ്പൺ ചെയ്ത് ആഗ്രഹങ്ങളുടെ ലിസ്റ്റ് എടുക്കാൻ പറ്റുന്ന വല്ല സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ അറിയായിരുന്നു. സ്തോത്രം അല്ലേ. നമ്മൾ പറയും ഹല്ലേലൂയ എനിക്ക് വലിയ ആഗ്രഹങ്ങളും ഇല്ല. പക്ഷെ എല്ലാവരും ആഗ്രഹം ഇല്ലെങ്കിൽ നീ ഡോക്ടറെ കാണണം കേട്ടോ, എന്തോ കുഴപ്പം നിനക്കും. സ്തോത്രം. അല്ലെങ്കിൽ മനുഷ്യനാണെ ആഗ്രഹിക്കണം, വേണ്ടെന്നില്ല, ആഗ്രഹിക്കണം. സ്തോത്രം. പക്ഷേ ഞാൻ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ പറയാം, നമ്മൾ ആഗ്രഹിക്കുന്നവരാ, നമ്മൾ നനയ്ക്കുന്നവരാ, നമ്മൾ ചോദിക്കുന്നവരാ, നമ്മൾ ചിന്തിക്കുന്നവരാ, എല്ലാം ശരിയാ, എല്ലാം ശരിയാ, എല്ലാം ശരിയാ. പക്ഷെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നൊരു മർമ്മം ഇന്ന് പകൽ മനസ്സിലാക്കണം. നിന്നിൽ നിലനിൽക്കുന്ന ശക്തി അനുസരിച്ച്, നിന്നിൽ നിലനിൽക്കുന്ന ശക്തി അനുസരിച്ച്, ഒരാമൻ ചേർന്ന് പറഞ്ഞേ, നിന്നിൽ നിലനിൽക്കുന്ന ശക്തി അനുസരിച്ച് നീ ചോദിക്കുന്നതിലും നീ നനയ്ക്കുന്നതിലും അതിനും മീതെ സമൃദ്ധിയായി ചെയ്യാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ഇനി ഞാൻ ഒന്നുകൂടെ കയറി പറയാം. ചോദിച്ചിട്ടും നനച്ചിട്ടും പറഞ്ഞിട്ടും പ്രാർത്ഥിച്ചിട്ടും ചിലത് നടക്കുന്നില്ലെങ്കിൽ ചിന്തിച്ചോണം, നിന്റെ അകത്ത് എവിടെയോ ശക്തി കുറഞ്ഞിട്ടുണ്ട്. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും ചോദിക്കുന്നതിലും ഒക്കെ അതിനു മീതെ, ഒരാമേൻ പറയാമോ? എന്നോട് ആത്മാവ് പറയുന്നത്, നീ ചോദിക്കുന്നതിലും നീ ആഗ്രഹിക്കുന്നതിലും നീ ചിന്തിക്കുന്നതിലും തത്തുല്യമായി അല്ല ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനു മീതെ, അതിനു മീതെ, അതിനു മീതെ ചെയ്യാൻ കഴിവുള്ളവനെ ഞാൻ പ്രസംഗിക്കുന്നേ, കഴിവുള്ളവനെ ഞാൻ പ്രസംഗിക്കുന്നേ. പക്ഷേ ആ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം മറന്നു പോകരുത്. നിന്നിൽ നിലനിൽക്കുന്ന, ഇപ്പോൾ നിന്നിൽ നിലനിൽക്കുന്ന ശക്തി അനുസരിച്ച്. എത്ര പേർക്ക് പറഞ്ഞു മനസ്സിലായി? എത്ര പേർക്ക് പറഞ്ഞു മനസ്സിലായി? ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി അനുസരിച്ച് നീ ചോദിക്കുന്നതിലും നീ നനയ്ക്കുന്നതിലും അത്യന്തപരമായി സമൃദ്ധിയായി ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവം, ആ ദൈവത്തിന്റെ ശക്തിയാണ് നമ്മൾ അകത്ത് വ്യാപരിക്കുന്നത്. സ്തോത്രം. നമുക്ക് ചോദിക്കാനും ചിന്തിക്കാനും മടിയില്ല. നമുക്ക് ചോദിക്കാനും ചിന്തിക്കാനും മടിയില്ല. പക്ഷെ നമുക്ക് ശക്തി പ്രാപിക്കാൻ മടിയാണ്. ശക്തി ഇല്ലേലും സാരമില്ല, കാര്യം നടന്നാൽ മതി എന്നാണ് നമ്മുടെ ചിന്ത. ശക്തിപ്പെട്ടില്ലേലും സാരമില്ല, കാര്യങ്ങൾ വെടിപ്പായി നടന്നാൽ മതി. ഞാൻ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു, നിന്നിൽ വ്യാപരിക്കപ്പെടുന്ന ശക്തിക്കകത്ത് ഒരു സമൃദ്ധി മറഞ്ഞു കിടക്കും. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിന്നിൽ ദൈവം പകർന്ന് തന്നിരിക്കുന്ന ശക്തിക്കകത്ത് ഒരു സമൃദ്ധി മറഞ്ഞു കിടപ്പുണ്ട്. അത്യന്തപരമായി ചെയ്യുവാൻ ദൈവത്തിന്റെ ഒരു പ്ലാൻ മറഞ്ഞു കിടപ്പുണ്ട്, ഒരു പദ്ധതി മറഞ്ഞു കിടപ്പുണ്ട്. ഇന്ന് പകൽ എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞ ദൂത് ഞാൻ ഓർക്കുന്നു. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞൊരു ദൂതുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ ബ്ലെസ്സിങ് കിടക്കുന്നത്, നിന്റെ അനുഗ്രഹം കിടക്കുന്നത് നിന്റെ മേലുള്ള ദൈവത്തിന്റെ ആത്മീയ ജീവിതത്തിലാണ്, നിന്റെ മേലുള്ള സ്പിരിച്വൽ ലൈഫിലാണ് നിന്റെ അനുഗ്രഹം കിടക്കുന്നതെന്ന് പലരോടും പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നിലൂടെ ദൈവം ഇടപെട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്. ഹല്ലേലൂയ. കണ്ടോ എന്ന് വെച്ചാൽ
ആത്മീയത വിട്ടുകളഞ്ഞാൽ അവർക്ക് ഒരനുഗ്രഹവും പ്രാപിക്കാൻ പറ്റത്തില്ല. ആത്മീയത മാറ്റി നിർത്തിയാൽ അവർക്ക് ഒരു ബ്ലെസ്സിങ്ങും പ്രാപിക്കാൻ കഴിയത്തില്ല. എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ചിലരുടെ മേൽ അനുഗ്രഹം കിടക്കുന്നത്, ചിലരുടെ മേൽ സമൃദ്ധി കിടക്കുന്നത് അവരുടെ ആത്മീയ ജീവിതത്തിലാണ്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അങ്ങനെയെങ്കിൽ ഇന്നു പകൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്ന ഒരു ദൂത് ഞാൻ വിളിച്ചു പറയുന്നു. നിന്റെ മേൽ നീ നിലയ്ക്കുന്നതിലും ചോദിക്കുന്നതിലും അധികമായി ചെയ്യണമെങ്കിൽ അത് വെളിപ്പെട്ട് നിൽക്കുന്നത് നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിക്കകത്താണ്. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നീ ശക്തിപ്പെട്ടാൽ നീ ബലപ്പെട്ടാൽ ഇന്ന് പ്രാപിക്കേണ്ട പോലെ ദൈവശക്തി ഏറ്റെടുക്കാൻ നിനക്ക് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ദൂത് പറയാം. നീ ചോദിക്കുന്നതിലും നീ നിലയ്ക്കുന്നതിലും അത്യന്തപരമായി സമൃദ്ധിയായി ചെയ്യാൻ ദൈവാത്മാവിന് കഴിയും. ദൈവശക്തി ഏറ്റെടുക്കാതെ ഒരു സമൃദ്ധി ഉണ്ടാകണമെന്ന് വിചാരിക്കണ്ട. ദൈവശക്തി ഏറ്റെടുക്കാതെ, ദൈവശക്തി ജീവിതത്തിൽ നിലനിർത്താതെ ഒരു സമൃദ്ധി ഉണ്ടാകുമെന്ന് ചിന്തിക്കേണ്ട. ആത്മാവിന്റെ ശക്തി സ്വീകരിക്കപ്പെടുന്നു, നിലനിർത്തുന്നു. അവരുടെ സമൃദ്ധിയായി ചേർന്ന് ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. Praise to Jesus. Hallelujah. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ചിലരുടെ പ്രാർത്ഥനകൾക്കും ആഗ്രഹങ്ങൾക്കും മറുപടി കിടക്കുന്നത് ഒരു പ്രവാചകന്റെ കയ്യിലുമല്ല, ഒരു ദൂത് പറയുന്ന ആളുടെ കരത്തിലുമല്ല. ആത്മാവ് പറയുന്നു, നിന്റെ അകത്തു പകർന്ന ദൈവശക്തിന്റെ അകത്താണ്, നിന്റെ അകത്ത് ദൈവം തന്നിരിക്കുന്ന ദൈവശക്തിന്റെ അകത്താണ്. നീ ചോദിക്കുന്നതിൽ നീ നിലയ്ക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് ദൈവത്തിന്റെ മറുപടി കേൾക്കുന്നുണ്ടല്ലോ. വചനത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് ദൈവശക്തി നിലനിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആളത്തേന് ഏറ്റെടുക്കാൻ നിൽക്കരുത്. അടുത്ത മണിക്കൂറത്തേന് ഏറ്റെടുക്കാൻ നിൽക്കരുത്. ഇപ്പോൾ ഒരു മൊബൈൽ ഫോണിന്റെ ജീവൻ എന്ന് പറയുന്നത് അതിന്റെ ബാറ്ററിയാണ്. ജീസസ്. ഒരു മൊബൈൽ ഫോണിന്റെ ജീവൻ എന്ന് പറയുന്നതിന്റെ ബാറ്ററി. പ്രിയപ്പെട്ടവരെ, ബാറ്ററിക്കകത്ത് പവർ ഇല്ലെങ്കിൽ നിന്റെ ഫോണിനകത്ത് എന്നാ ഉണ്ടായിട്ടും കാര്യം. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലായി? ഫോണിന്റെ അകത്ത് എത്ര വിലപിടിപ്പുള്ള സംഗതികൾ ഉണ്ടെങ്കിലും ബാറ്ററിക്ക് പവർ ഇല്ലെങ്കിൽ, ഇതിൽ കൂടുതൽ എനിക്കത് വിശദീകരിക്കാൻ അറിയത്തില്ല. ഹല്ലേലൂയ. ഫോണിന്റെ ജീവനെ നിലനിർത്തുന്ന ബാറ്ററിക്ക് പവർ ഇല്ലെങ്കിൽ ആ ഫോണിന്റെ അകത്ത് എന്തോ ഉണ്ടായിട്ടും കാര്യമില്ല. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലായി? സ്തോത്രം. എന്റെ ഫോണിന്റെ അകത്ത് പോലീസുകാരുടെ നമ്പറുണ്ട്. എന്റെ സ്നേഹിതന്മാരായിരിക്കുന്ന പോലീസുകാരന്മാരുടെ നമ്പറുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ.
അതുപോലെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ നമ്പർ എന്റെ ഫോണിലുണ്ട്. എല്ലാം കർത്താവ് തന്ന ബന്ധങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഇതൊക്കെ ഫോണിൽ ഉള്ളുമ്പോ തന്നെ എന്റെ ഫോൺ ചാർജ് തീർന്ന് ഓഫായി പോയാൽ അവരുടെ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഞാൻ എങ്ങനെ എടുക്കണം? വീണ്ടും ചാർജ് ചെയ്ത് ഓൺ ആക്കാതെ എനിക്ക് അത് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഫോണിന്റെ അകത്ത് എന്തോ ഉണ്ടെങ്കിലും അത് നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ ആ ഫോണിന്റെ ജീവനെ നിലനിർത്തുന്ന ബാറ്ററിക്കകത്ത് ചാർജ് വേണം. എത്രവർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായി? നിന്റെ അകത്ത് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ, അത് സമൃദ്ധിയായി വെളിപ്പെടണമെങ്കിൽ നിന്റെ അകത്ത് പവർ പറഞ്ഞത്. നിന്റെ അകത്തൊരു പവർ ഉണ്ടെങ്കിൽ, നിന്റെ അകത്തൊരു ശക്തി ഉണ്ടെങ്കിൽ, നിന്റെ അകത്ത് ആത്മസാന്നിധ്യമുണ്ടെങ്കിൽ, നീ ആഗ്രഹിക്കുന്ന അത്യന്തരമായി ചെയ്യാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. യേശുവിന്റെ നാമത്തിൽ നീ നിരക്കുന്നതും നീ ചിന്തിക്കുന്നതും നീ ആഗ്രഹിക്കുന്നതും അതിനെ നീനെ ദൈവം ചെയ്യാൻ വിശ്വസിച്ച ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ 2-ാം വാക്യത്തിൽ അബ്രഹാം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കർത്താവായ യഹോവേ, നീ എനിക്ക് എന്ത് തരും? നീ എനിക്ക് എന്ത് തരും? ജീസസ് ചോദ്യമാണ്. നീ എനിക്ക് എന്ത് തരും? 5-ാം വാക്യത്തിൽ മറുപടി, ആകാശത്തേക്ക് നോക്കു, നീ നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണ. കണ്ടോ? 2-ാം വാക്യത്തിൽ ചോദിച്ച ചോദ്യത്തിന് 5-ാം വാക്യത്തിൽ മറുപടി കൊടുത്ത്, ആകാശത്തേക്കൊന്ന് നോക്ക്, നക്ഷത്രങ്ങളെ എണ്ണാൻ പറ്റുമെങ്കിൽ നീ എണ്ണിക്കോ. അതുപോലെ തലമുറകൾ നിന്റെ ഹല്ലേലൂയ തലമുറകളിൽ നിന്ന് വെളിപ്പെടും. അബ്രഹാം പിതാവിന്റെ തലമുറകൾ എന്നറിയപ്പെടുന്ന നിലയിലേക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ എണ്ണാൻ കഴിയുമെങ്കിൽ എണ്ണിക്കോ. കർത്താവേ, എനിക്ക് നീ എന്ത് തരും? ചോദ്യമാ. ആ ചോദ്യത്തിന്റെ നടുവിൽ അബ്രഹാമിനോട് ദൈവം കൊടുത്ത മറുപടി, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാം. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ താൻ ചോദിച്ചതിലും അധികമായി ദൈവം നൽകി. ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടോ? അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ അബ്രഹാം ചോദിച്ചതിലും അധികമായി ദൈവം നൽകിയെങ്കിൽ, പുതിയ നിയമസഭയോട് ഞാൻ പറയാം, ഈ പ്രസംഗം കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ആ കർത്താവിന്റെ ആത്മാവിനെ വഹിക്കുന്ന നീ ചോദിച്ചാൽ അവൻ ചെയ്യാതിരിക്കുമോ? അവന്റെ ആത്മാവിനെ വഹിക്കുന്ന നീ നിനച്ചാൽ അവൻ ചെയ്യാതിരിക്കുമോ? അബ്രഹാം പിതാവ് വിശ്വസിച്ചപ്പോൾ എന്റെ ദൈവം താൻ ചോദിച്ചതിലും അധികമായി ചെയ്തെങ്കിൽ, അവന്റെ ആത്മാവിനെ വഹിക്കുന്ന നീ ചോദിച്ചാൽ അവൻ ചെയ്യാതിരിക്കുമോ? ചിലർക്ക് ഡൗട്ടാണ്, എന്താ ദൈവം ചെയ്യാത്തത്? ദൈവം ചെയ്യുമോ? ഞാനൊരു ഉത്തരം നിങ്ങൾക്ക് തരാം. ഒരു ഉത്തരം. ദൈവത്തിൽ വിശ്വസിച്ച അബ്രഹാം പിതാവിന് അത്രയും ചെയ്തെങ്കിൽ, കർത്താവിന്റെ തിരുസഭ എന്ന് വിശേഷിപ്പിക്കുന്ന, കർത്താവിന്റെ മണവാട്ടി എന്ന് വിശേഷിപ്പിക്കുന്ന, കർത്താവിന്റെ ആത്മാവിനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന, നമ്മൾ ചോദിക്കുന്നതിലും അധികമായി ദൈവം ചെയ്യത്തില്ലേ? പരിശുദ്ധാത്മ പറയുന്ന ഡൗട്ട്സുകൾ മാറ്റും, സംശയങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. സംശയം ആത്മീയ ജീവിതത്തെ കോട്ടം സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ അത് മാറട്ടെ. വിശ്വസിക്ക്, ദൈവശക്തി ഏറ്റെടുക്കുക. ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ ഇന്ന് പകൽ പ്രാപിക്കേണ്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ട്, ചോദിക്കുന്ന വിഷയങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിവുള്ളവനാ.
എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ പ്രാപിക്കേണ്ട ഒരു ദൈവശക്തിയുണ്ട്. അതിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കണം. പ്രയോറിറ്റി നിങ്ങൾ അതിന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തോട് പറയുകയും ചെയ്ത വിഷയത്തിന് കൊടുക്കുന്നതിനെക്കാട്ടിലും പ്രയോറിറ്റി നിങ്ങളുടെ അകത്ത് ദൈവശക്തി പ്രാപിക്കാൻ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾ ദൈവശക്തിയുടെ വലിയൊരു നിറവിലെത്തപ്പെട്ടാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയം അതിന് മുകളിൽ സമൃദ്ധിയായി ദൈവം ചെയ്തു തരും. ദൈവം വിശ്വസ്തനാ, ദൈവം കഴിവുള്ളവനാ, ദൈവം ചെയ്തു തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 37-38 വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന വാക്യമാണ്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവ ജലത്തിന്റെ നദി ഒരാമേൻ പറ ഉറപ്പെടും. ഒരാമേൻ പറഞ്ഞേ. ഇന്ന് പകൽ ഇത് പ്രാപിക്കുന്നവരോടൊരു ദൂത് പറയാം. നീ നനയ്ക്കുന്നത്, നീ ചോദിച്ചത് നിന്റെ ജീവിതത്തിൽ ആരെങ്കിലും സമൃദ്ധിയായി ദൈവം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനം, മഹാദിനം. സ്തോത്രം. യേശുക്രിസ്തു പറഞ്ഞ വാക്കുകളാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ചരിത്രം പഠിക്കുമ്പോൾ യഹൂദന്മാരുടെ കൂടാര പെരുന്നാളിൽ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് അവർ ശീലോഹാം കുളത്തിൽ പോയി ഒരു കുടത്തിൽ വെള്ളം നിറച്ചിട്ട് യാഗപീഠത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്നൊഴിക്കും. ആ വെള്ളത്തിന്റെ കൂടെ അവർ ഒരു കുടം വീഞ്ഞു ഒഴിക്കും. സ്തോത്രം. ഒരു പ്രത്യേക പൈപ്പിലൂടെ ഈ മിക്സ്ഡ് ആയിരിക്കുന്ന വെള്ളം കിദ്രോൻ തോട്ടിലേക്ക് വന്നു ചേരും. പ്രൈസ് ദി ലോർഡ്. ഇത് 7 ദിവസം അവർ ചെയ്യും. 7 ദിവസം അവർ ചെയ്യും. 7-ാം ദിവസം ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ, മഹാദിനത്തിൽ കാഹളനാദങ്ങളോടും കൂടി, ലേവ്യരുടെ സംഗീത സ്വരത്തോടും കൂടി അവർ ഈ പ്രവർത്തനം 7-ാം ദിവസവും ചെയ്യും. ശ്രദ്ധിച്ചു കേൾക്കണം. 7-ാം ദിവസവും ചെയ്യും. ഹല്ലേലൂയ. ഈന്തപ്പനകളുടെ ഓലകളും, സ്തോത്ര ഹല്ലേലൂയ, അതേപോലെ മരച്ചില്ലകളും ഒക്കെ എടുത്ത് 113 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ അവർ പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ചെയ്യുന്നതെന്നറിയാമോ? ഹല്ലേലൂയ. മഴ ലഭിക്കാൻ, സമൃദ്ധമായ മഴ ദൈവം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ചടങ്ങ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ജനത്തിനും ഭൂമിക്കും നല്ല നനവുണ്ടാകാൻ, ദാഹം തീർക്കാൻ, ദാഹിക്കാതിരിക്കാൻ സമൃദ്ധമാകുന്ന മഴ പെയ്തിറങ്ങുവാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന കഴിക്കുന്നത്. ഈ നിലയിൽ അതിന്റെ നടുവിലാണ് യേശു നിന്നുകൊണ്ട് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ദാഹിക്കുന്നവരായുള്ളവരെ എന്റെ അടുക്കൽ വരുവീൻ. എത്ര പേർക്ക് ഞാൻ പറയുന്ന മനസ്സിലാക്കുന്നുണ്ട്? അവർ ഹല്ലേലൂയ പ്രാർത്ഥനാ ചടങ്ങുകൾ ചെയ്ത് മഴയെ പെയ്തിറക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവര് മനസ്സിലാക്കുന്നില്ല, ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരുവൻ അവരുടെ അടുത്ത് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ പുറമെയുള്ള മഴയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ പുറമെയുള്ള ദാഹത്തിന്റെ ശമനത്തിന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, യേശുക്രിസ്തു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ അകത്ത് നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദിയെ പുറപ്പെടും. മനസ്സിലാകുന്ന ദാഹമല്ല ക്രിസ്തുവിനെ, ആകെയുള്ള ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ആകർഷണങ്ങളിൽ ഇന്ന് വരെ ഈ ജീവജലത്തിന്റെ നദി ഒഴുകണം. ഞാനിത്
ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒഴുകണം. യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ഈ നദി ഇന്ന് നിനക്കേറ്റെടുക്കാമോ? 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 യേശുവിന്റെ സ്വയം യഹൂദന്മാർ തല്ലി നിനക്കേറ്റെടുക്കാമോ? നിനക്കേറ്റെടുക്കാമോ? എനിക്ക് വിശ്വസിക്കുന്നവരിൽ നിന്ന് തിരുവെടുപ്പ് പറയുന്നതുപോലെ ജീവജലത്തിന്റെ നദി ഇന്ന് പകല ദൈവശക്തി വ്യാപരിക്കുന്നത്. ഇന്ന് പകല ദൈവശക്തി വ്യാപരിക്കുന്നത്. അങ്ങനെയുള്ള ദാഹം ഇന്ന് തീർന്നാൽ അങ്ങനെയുള്ള ദാഹം തീർന്നാൽ അങ്ങനെ ഇന്ന് നിറഞ്ഞാൽ ഇപ്പൊ പല ഇത് പുറമെ ഒഴിക്കുന്ന അഭിഷേകമല്ല. ഇത് പുറമെ ഒഴിക്കുന്ന അഭിഷേകമല്ല. യേശു പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവന്റെ അകത്തുമെന്ന് 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 സമൃദ്ധിയായ ഒരു ദൈവശക്തി സ്വീകരിക്കാൻ ആൾക്കാർ ഇവിടെ വരുന്നു. സമൃദ്ധിയായ ഒരു ദൈവശക്തി സ്വീകരിക്കാൻ ആൾക്കാർ ഇവിടെ വരുന്നു. നിയന്ത്രിതമാകുന്ന വേണ്ടി ലഭിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം. സമൃദ്ധിയായ ഒരു ദൈവശക്തി ഇന്ന് ചാരത്തിരിക്കുന്നവരുടെ മേലും ദൂരത്തിരിക്കുന്നവരുടെ മേലും ദൈവം പകരുമ്പോൾ അഭിനയമെന്ന് ഉള്ളിൽ നിന്ന് ഉള്ളിൽ പ്രാപിക്കുന്നവരെ പകർത്താൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഉള്ളിൽ പ്രാപിക്കുന്നവരെ പകർത്താൻ ഒരു ശക്തിക്ക് കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, സമൃദ്ധിയാകുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ജീസസ്, ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാപിച്ചിട്ട് ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാപിക്കേണ്ട സമയമായത്. ചാരത്തിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാപിക്കേണ്ട സമയമായത്. മുഖത്തിരിക്കുന്നവരോട് പറയും, നിങ്ങൾ പ്രാപിക്കേണ്ട സമയമായത്. കാരണം ഞാൻ പ്രാപിച്ചിട്ട് ഇത് പ്രസംഗിക്കുന്നു. നിങ്ങൾ പ്രാപിക്കേണ്ട ടൈമായത്. ക്രിസ്തു പറയുമ്പോൾ യാഗപീഠത്തിന്റെ ചുവട്ടിൽ പുറമെ അല്ലടാ, യാഗപീഠത്തിന്റെ ചുവട്ടിൽ പുറമെ അല്ല ഒഴിക്കുന്നത്. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ആകത്തിൽ
എന്നിൽ വിശ്വസിക്കുന്നവൻ പഴയ നിയമത്തിൽ മൊത്തം പുറമെ ഒഴിക്കുന്ന പരിപാടിയാണ്. പുറമെ പുറമെ ഒഴിക്കുന്ന പരിപാടിയാണ് പഴയ നിയമത്തിൽ. അതല്ലേ ആത്മാവ് മേൽ വന്നു. പുതിയ നിയമം ആത്മാവ് ഉള്ളിൽ വന്നു. പഴയ നിയമം ആത്മാവ് മേൽ വന്നു, പുറമെയാ വന്നത്. ദൈവത്തെ വെളിപ്പെടുത്തുന്ന കർമ്മേലിന്റെ മലമുകളിൽ ഏലിയാവ് ഓടിച്ചത് അങ്ങനെ യാഗപീഠത്തിന്റെ ചുറ്റും. പക്ഷെ ക്രിസ്തു പറഞ്ഞു തരുന്ന വെളിപ്പാട് കണ്ടോ നിങ്ങൾക്ക്? യേശു നമുക്ക് കാണിച്ചു തരുന്ന വെളിപ്പാട് കണ്ടോ? യാഗപീഠത്തിന്റെ ചുവട്ടിൽ നിങ്ങൾ ഒഴിക്കുന്ന വെള്ളം അതൊരു ദിവസമല്ല, 2 ദിവസമല്ല, 7 ദിവസം. അതിനോട് ചേർത്ത് നിങ്ങൾ ഒഴിക്കുന്ന വീഞ്ഞ്, ഇത് മിക്സ് ചെയ്ത് ഒരു പൈപ്പിലൂടെ കിദ്രോൻ തോട്ടിലേക്ക് വരുമ്പോൾ ഉച്ചത്തിൽ 113 മുതൽ 18 വരെയുള്ള സങ്കീർത്തനങ്ങൾ പാടി മഴ പെയ്യിച്ച് ഞങ്ങളുടെ ദാഹം ശമിപ്പിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്ന വെളിപ്പാട് കണ്ടോ? എന്നിൽ വിശ്വസിച്ചാൽ മതി, അകത്ത് ഞാൻ നിറയ്ക്കും. എന്നിൽ വിശ്വസിച്ചാൽ മതി, അകത്ത് ഞാൻ നിറയ്ക്കും. എന്നിൽ വിശ്വസിച്ചാൽ മതി, അകത്ത് ഞാൻ നിറയ്ക്കും. അകത്തു നിറയുന്ന ഒരു ദൈവശക്തിയാണ് ഈ കുഞ്ഞിലൂടെ വ്യാപരിച്ചിരിക്കുന്നത്. ദൈവശക്തി, അതിന്റെ പേര് പൗലോസ് വിളിച്ചത് ഈ നിക്ഷേപം ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ തന്നിരിക്കുന്നു. പൗലോസ് അതിനെ വിശേഷിപ്പിച്ച നാമം ഇത് അത്യന്ത ശക്തിയത്രേ. ഈ ഒരു ഉറവ നിന്റെ അകത്തുനിന്ന് പൊട്ടിയൊടുങ്ങിയ നീ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി അതിനു മുകളിൽ സമൃദ്ധിയായി ചെയ്യുമെന്നാണ്. അപ്പൊ ശ്രദ്ധിച്ച്, എവിടാ ക്രമീകരിക്കപ്പെടണ്ടേ? എവിടാ വിടുതലെടുക്കണ്ടേ? വിഷയത്തിലല്ല, നിന്റെ അകത്ത് വ്യാപരിക്കേണ്ട ദൈവശക്തിയിലാണ് വിടുതൽ നടക്കേണ്ടത്. പ്രാപിക്കേണ്ടതുപോലെ പ്രാപിക്കാൻ കഴിയാതെ, ഏറ്റെടുക്കേണ്ടതുപോലെ ഏറ്റെടുക്കാൻ കഴിയാതെ, സ്വീകരിക്കപ്പെടേണ്ടതുപോലെ സ്വീകരിക്കപ്പെടാൻ കഴിയാതെ, ദൈവശക്തിയെ ഏറ്റെടുക്കേണ്ടതുപോലെ ഏറ്റെടുക്കാൻ കഴിയാതെ പോരാടുന്ന പൈശാചികരുണ്ടെങ്കിൽ, ശരീരത്തോടുള്ള പോരുകൾ, ശരീരത്തോടുള്ള നമ്മിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് എന്തും ചെയ്യാൻ കഴിയും. വിശ്വസിക്കുന്ന എത്രവരുണ്ട്? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പാണ്. എനിക്ക് അനുഭവങ്ങളുണ്ട്. സ്തോത്രം. ഒന്നല്ല, ഒരുപാട്. നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് സകലതും ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യുന്നില്ല. ഇംഗ്ലണ്ടിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിന്റെ ദാസൻ, ഞാൻ അദ്ദേഹത്തിന്റെ ചരിത്ര പുസ്തകം ഞാൻ വായിച്ചപ്പോൾ അതിൽ കണ്ടതാണ്. ജീസസ്, അദ്ദേഹം ദൈവശക്തി ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്റെ മേൽ ഞാൻ പകർന്നിരിക്കുന്ന ശക്തി ഒരു ഹീലിംഗ് മിനിസ്ട്രിയാണ്. നീ പ്രാർത്ഥിച്ച രോഗികൾ സൗഖ്യമാകും.
നീ പ്രാർത്ഥിച്ചാൽ ഏത് രോഗവും വിടുവിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന്റെ ചർച്ചിൽ ലക്ഷക്കണക്കിന് ജനമാണ്. എല്ലാവരും രോഗസൗഖ്യം പ്രാപിച്ചു. ജീസസ്. ഒരിക്കൽ അദ്ദേഹം മറ്റൊരു രാജ്യത്തേക്ക് മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ കടന്നുപോയ അദ്ദേഹത്തിന്റെ ചർച്ചിലെ ഒരു ബിലീവർ രോഗിയായി അത്യാസന നിലയിൽ വെന്റിലേറ്ററിൽ കടന്നു. ഈ സമയം അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് എമർജൻസി ആയി അദ്ദേഹം തിരിച്ച് ഇംഗ്ലണ്ടിലെത്തി. ഹോസ്പിറ്റലിൽ ഓടിച്ചെന്നു. ഇദ്ദേഹത്തെ കുറിച്ചുള്ള ന്യൂസ് ഡോക്ടർമാർക്ക് അറിയാം. ജീസസ്. കാരണം ലക്ഷക്കണക്കിന് ജനം കൂടുന്ന ചർച്ചത്തെ അറിയപ്പെടാതിരിക്കത്തില്ല. അദ്ദേഹമാണെന്ന് മനസ്സിലായപ്പോ അദ്ദേഹം ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ, എനിക്ക് ആ രോഗിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചാൽ അദ്ദേഹം സൗഖ്യമാകും. സ്തോത്രം. ഉടനെ ഡോക്ടർ പറഞ്ഞു, നോ, അനുവദിക്കത്തില്ല. സ്തോത്രം. അദ്ദേഹം പറഞ്ഞു, എന്റെ ബിലീവറാണ് അദ്ദേഹം എന്റെ വിശ്വാസിയാണ്, എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. ഡോക്ടർ വീണ്ടും പറഞ്ഞു, നോ, അനുവദിക്കത്തില്ല. 3 പ്രാവശ്യം അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ ഡോക്ടർ അനുവദിച്ചില്ല. പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഷ്യം വന്ന് അടുത്ത് ഒരു ചെറിയൊരു ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിളിലോട്ട് ആഞ്ഞടിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ഈ ഹോസ്പിറ്റലിലെ എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു. സ്വത്രം. യേശുവിന്റെ നാമത്തിൽ ഈ ഹോസ്പിറ്റലിലെ എല്ലാ രോഗികളും സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു. ഒറ്റ വാക്ക് രോഗികളെല്ലാം സൗഖ്യമായി. ആ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്ന 2 ആഴ്ച കൊണ്ട് ഹോസ്പിറ്റലിൽ കൂട്ടി. രോഗികളില്ല, പിന്നെ ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ചിട്ട് എന്താ കാര്യം? 2 ആഴ്ച കൊണ്ട് ഹോസ്പിറ്റൽ കൂട്ടി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ അകത്തു വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് എന്തും ചെയ്യാൻ കഴിയും. പക്ഷെ നമ്മൾ ആ നിറവിലോളം വരണം. നമ്മൾ ആ നിറവേറ്റെടുക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഓടി വരാം. നമ്മൾ വായിച്ച വിഷയം, ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ദൈവശക്തിയാൽ ഹല്ലേലൂയ ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നു തന്നിരിക്കുന്ന ദൈവശക്തി, ആ ദൈവശക്തി തന്ന ദൈവത്തിന്, കർത്താവിന് ചെയ്യാൻ കഴിവുള്ളവനാണ്. നിങ്ങൾക്ക് ഒരാമേൻ പറഞ്ഞ് പറയാൻ പറ്റുമോ? ഞാൻ വിശ്വസിക്കുന്ന എന്റെ അകത്തു ദൈവം പകർന്നു തന്ന ശക്തിക്കും അതെന്റെ മേൽ പകർന്നു തന്ന കർത്താവിനും എല്ലാം ചെയ്യാൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാന് കമ്പിവാചകം പോലെ ഇനി മുൻപോട്ട് പോകത്തുള്ളൂ. ഹല്ലേലൂയ. 1 മണിയാകുമ്പോൾ ആശീർവാദം പറയണം. അതുകൊണ്ട് തന്നെ വേഗത്തിൽ 1-2 ചിന്തകൾ നമുക്ക് ധ്യാനിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒന്നാമത്തെ വിഷയം, നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നു തന്നിരിക്കുന്ന ആ ദൈവശക്തി, ആ കർത്താവിന് ഹല്ലേലൂയ പലതും ചെയ്യാൻ കഴിയും. കർത്താവിന് ചെയ്യാൻ കഴിയാത്തതൊന്നുമില്ല. അതാണ് നമ്മൾ വായിച്ചത്. എന്നാൽ നിങ്ങൾ നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും ഒക്കെ അത്യന്തപരമായി ചോദിക്കുന്നതിലും ഹല്ലേലൂയ ആഗ്രഹിക്കുന്നതിനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒത്തിരി വിഷയങ്ങളില്ലേ, ഇതിനൊക്കെ അപ്പുറത്ത് ചെയ്യാൻ കഴിവും കരുത്തുമുള്ള ഒരു ദൈവമാണ് നമ്മുടെ കൂടെ. ദൈവശക്തിയാണ് നമ്മുടെ കൂടെ വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിൽ എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ശുശ്രൂഷിക്കണമെന്ന് ആവശ്യപ്പെട്ട 1-2 ദൂതുകൾ വേഗത്തിൽ ഒന്ന് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവിൽ ശരണപ്പെടും. അതിനാരംഭമായി ഒരു വാക്യം വായിക്കാം. ഒന്നാമത്തെ വിഷയം, റോമാലേഖനം 15-ാം അധ്യായം 25-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. റോമർ 16:25. ഹല്ലേലൂയ. റോമർ 16:25 ദൈവസന്നിധി വായിച്ചാൽ. പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതായ മർമ്മത്തിന്റെ വെളിപ്പാട്. അടുത്ത ശ്രദ്ധിച്ച്, 1, മർമ്മത്തെ അനുസരിക്കാൻ. 2 യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം. അടുത്തത് വായിച്ചു. ഒത്തവണ്ണം നിങ്ങളെ
സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്നവൻ. ശ്രദ്ധിച്ചത് ഈ മക്കളെ, ഇനി എന്നെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നാമത്തെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് വെളിപ്പെടുത്തി തന്ന മർമ്മത്തിന് അനുസരിച്ച് ജീവിക്കാൻ. രണ്ട്, നമ്മൾ യേശു ക്രിസ്തുവിനെ കേൾക്കുന്ന പ്രസംഗം അനുസരിച്ച് സ്ഥിരപ്പെടാൻ. ഈ രണ്ട് കാര്യത്തിനും ഒരു സ്ഥിരത വരുത്താൻ കഴിയുന്ന ഒരു ദൈവം. ഈ ദൈവശക്തി നമ്മുടെ അകത്ത് കർത്താവ് പകർന്നു തന്നിരിക്കുന്ന അനുഭവത്തെ കുറിച്ചാണ് ഞാൻ ഒരു മർമ്മം നിങ്ങളോട് വെളിപ്പെടുത്തുന്നത്. ഇപ്പോ ദൈവശക്തിക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. നിങ്ങൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ എല്ലാ വിഷയവും എടുക്കുന്നില്ല. ഇന്ന് പ്രസംഗിക്കാൻ ആത്മാവ് നിയോഗിച്ചത് മാത്രം എടുക്കുന്നു. ഇവിടെ വായിച്ച കേട്ടോ, വെളിപ്പെടുത്തി തന്ന മർമ്മത്തിനനുസരണയുള്ളവരായി ജീവിക്കാൻ സഹായിക്കുന്ന സുവിശേഷം. ഹലോ, വെളിപ്പെടുത്തി തന്ന മർമ്മത്തിന് അനുസരണമുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കുന്ന സുവിശേഷം. രണ്ട്, യേശു ക്രിസ്തുവിന്റെ പ്രസംഗം. ഇതിൽ രണ്ടതിലും നിങ്ങൾ സ്ഥിരപ്പെടണമെങ്കിൽ നിങ്ങളെ സ്ഥിരപ്പെടുത്താൻ കഴിവുള്ള ദൈവം. ആ ദൈവത്തിന്റെ ശക്തിയാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത്. എന്താണ് നമുക്ക് വെളിപ്പെടുത്തി തന്ന മർമ്മം? 3-ാം അധ്യായത്തിലുണ്ട്. എഫേസ്യർ 3-ാം അധ്യായത്തിൽ 3-ാം അധ്യായമാണല്ലോ നമ്മൾ ചിന്തയ്ക്ക് ആധാരമായി എടുത്തത്. അതിന്റെ പ്രാരംഭ ഭാഗം പാരഗ്രാഫ് പഠിക്കുമ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്, ഹല്ലേലൂയ, ജാതികളും യഹൂദന്മാരും ക്രിസ്തുയേശു മുഖാന്തരം രണ്ടല്ല ഒന്നാണ്. മനസ്സിലായോ? വീണ്ടെടുപ്പിനെ കുറിച്ച് പ്രവാചകന്മാർ പ്രവചിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഹല്ലേലൂയ, പൗലോസിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ഹല്ലേലൂയ മർമ്മത്തിൽ ഒന്നായിരുന്നു, ജാതികളും യഹൂദന്മാരും ഇനിയും മുതൽ ഒന്നാണ്. രണ്ടാമത്തെ മർമ്മം അവിടെ തന്നെ വായിക്കുന്നുണ്ട്, യഹൂദന്മാർക്കുള്ള പദവികളെല്ലാം ജാതികൾക്കും തത്തുല്യമായി ദൈവം കൊടുത്തു. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ യഹൂദനെന്നോ ജാതിയനെന്നോ ഒന്നും വേർതിരിവില്ല, എല്ലാവരും ഒരുപോലെ. യഹൂദനുള്ള പദവികളെല്ലാം ജാതിയനും ലഭിക്കപ്പെട്ടിരിക്കുന്നു. യഹൂദനും ജാതികളും ഒന്നാണ്. ഈ മർമ്മം അവർ ഈ മർമ്മം. അപ്പോ മർമ്മത്തെ വെളിപ്പെടുത്തിയ ആ മർമ്മത്തെ എങ്ങനെ വെളിപ്പെടുത്തിയത്? സുവിശേഷ മുഖാന്തരമാണ്. ആര് മുഖാന്തരം? സുവിശേഷം ആരാ? യേശു ക്രിസ്തു. യേശു ക്രിസ്തു മുഖാന്തരം വെളിപ്പെടുത്തി. അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും ഹല്ലേലൂയ കേട്ട പ്രസംഗത്തിൽ സ്ഥിരപ്പെടാനും നിങ്ങളെ കഴിവുള്ളവരാക്കാൻ സഹായിക്കുന്ന ഒരുവനുണ്ട്. അതാണ് കർത്താവായ ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ആത്മാവാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത്. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി? ഇന്ന് പകൽ തിരിച്ചറിയണം. അതുകൊണ്ടാണ് പൗലോസ് എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഞാൻ പ്രാരംഭത്തിൽ നിങ്ങളോട് പറഞ്ഞത്, ഹല്ലേലൂയ, വെളിപ്പെടുത്തി തന്ന പദവിക്കനുസരിച്ച് നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തെ ക്രമപ്പെടുത്തണം. അതിന് നിങ്ങളെ സഹായിക്കുന്ന ശക്തിയാണ് ദൈവത്തിന്റെ ശക്തി. അതിന് നിങ്ങളെ സഹായിക്കുന്നവനാണ് കർത്താവായ ക്രിസ്തു. സ്തോത്രം. ആ ക്രിസ്തു വെളിപ്പെടുത്തി തരുന്ന മറ്റൊരു മർമ്മമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന മർമ്മം. ഏത് മർമ്മം? ജാതികളും യഹൂദരും ഒന്നാണ്. യഹൂദന്മാർക്കുള്ള പദവികൾ ജാതികൾക്കുമുണ്ട്. മനസ്സിലായോ? അത്ര മനസ്സിലായോ? ആ മർമ്മം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന എങ്ങനെയാ?
സുവിശേഷ മുഖാന്തരം. ആര്? യേശു ക്രിസ്തു മുഖാന്തരം. യേശു ക്രിസ്തു മുഖാന്തരം. അതുകൊണ്ടാണ് പൗലോസ് മറ്റൊരിടത്ത് എഴുതിയത്, ഹല്ലേലൂയ, നടിച്ചുവരനെ അവൻ ഇടിച്ചു കളഞ്ഞു. എന്തിനാണ് നടിച്ചുവരനെ? അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതി, നടിച്ചുവരനെ അവൻ ഇടിച്ചു കളഞ്ഞിട്ട് പുതിയ നിയമം അവൻ സ്ഥാപിച്ചു. അതിന്റെ അർത്ഥം എന്തുവാ? അതിന്റെ ജാതികളും യഹൂദരും രണ്ടല്ല, ഇന്നു മുതൽ ഒന്ന്. അതുകൊണ്ടാണ് തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് കീറി. ഇതൊക്കെ എന്തിനെയാ കാണിക്കുന്നത്? ഇനിയും മുതൽ രണ്ടല്ല, ഒന്ന്. സ്തോത്രം. മർത്തോമേന്ന് വന്നാലും കത്തോലിക്കെന്ന് വന്നാലും ഹിന്ദുവിൽ നിന്ന് വന്നാലും മുസ്ലിമിൽ നിന്ന് വന്നാലും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒന്ന്. സ്തോത്രം. ചിലര് വിവാഹാലോചന കഴിക്കുന്ന കണ്ടിട്ട് മർത്തോമയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നാൽ അവര് നോക്കും, മർത്തോമയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന വേറെ ആരും. സ്തോത്രം. അങ്ങനെ വിവാഹാലോചന നോക്കിയവർ എനിക്കറിയാം. മർത്തോമയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നു, ചെറുക്കന് വേണ്ടി പെണ്ണിനെ ആരും നോക്കുക. എങ്ങനെയാ നോക്കുന്നേ? മർത്തോമയിൽ നിന്ന് തന്നെ രക്ഷിക്കപ്പെട്ട് വന്ന ആരേലും ഉണ്ടോ? എന്തോ രക്ഷയാടെ നിങ്ങളുടെയൊക്കെ. സ്തോത്രം. ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു ദൈവദാസൻ നടത്തിയ വിവാഹ ശുശ്രൂഷ ഞാൻ കണ്ടു. അതിൽ പ്രഥമ ശുശ്രൂഷ ചെയ്യേണ്ട ദൈവദാസന്മാര് പലരും അറ്റൻഡ് ചെയ്തില്ല മീറ്റിംഗ്. എന്താന്ന് ചോദിച്ചപ്പം ഈ സഹോദരൻ, ഈ ബ്രദറ്, ഇദ്ദേഹം പാരമ്പര്യ ബന്ധക്കോസുകാരനാണ്. പക്ഷെ അദ്ദേഹം വിവാഹം കഴിക്കാൻ സ്തോത്രം അവര് കണ്ടെത്തിയത് ഹിന്ദുവിൽ നിന്ന് വന്ന രക്ഷിക്കപ്പെട്ടു വന്ന ഒരു സഹോദരിയ ഫാമിലിയാണ്. സ്തോത്രം. അപ്പൊ പറയാണ്, പാരമ്പര്യത്തിൽ നിന്ന് തന്നെ രക്ഷിക്കപ്പെട്ട് ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു പെൺകുട്ടി അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് അവര് വിവാഹം നടത്തി. അപ്പൊ ആ വിവാഹം നടത്തി 4 എണ്ണം പറഞ്ഞിട്ടാ നടത്തി. ആദ്യം 4 എണ്ണം പറഞ്ഞിട്ട്. ഹല്ലേലൂയ. ഇതൊക്കെ എന്ത് രക്ഷയാ! ഓ, കർത്താവിന്റെ ഹൃദയം ദുഃഖിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു എന്ന രക്ഷകനെ സ്വീകരിച്ച് ഒരപ്പത്തിന്റെ അംശികളാണെന്ന്, ഒരു ശരീരത്തിന്റെ ഭാഗം അപ്പത്തിന്റെ അംശികൾ എന്ന് പറഞ്ഞ് തിരുവത്താഴമെല്ലാം എടുത്ത് ജീവിക്കുന്ന വിശ്വാസി ജനത്തിന്റെ സമൂഹത്തിന്റെ ഇടയിൽ തന്നെ ഈ നിലയിലുള്ള ചിന്താഭാവങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നീ ശരിക്കും മരിച്ചിട്ടില്ല എന്നാ അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഒരു പ്രമുഖ സഭയുടെ സൺഡേ സ്കൂളിന്റെ ഫോം എന്റെ കൈ വന്നു. ചർച്ചും പ്രസ്ഥാനവും ഞാൻ പറയുന്നില്ല. ഒരു പ്രമുഖ സൺഡേ സ്കൂളിന്റെ ഇത് എന്റെ കൈ വന്നു. ഫോം, പേര്, ഏജ്, ഫാദർ നെയിം, മദർ നെയിം, ചർച്ച് നെയിം, പ്ലേസ് നെയിം, ഏറ്റവും ലാസ്റ്റ് കാസ്റ്റ്, ജാതി. ഞാനത് തന്ന പാസന്റെ മുമ്പ് വെച്ച് വലിച്ചു കീറിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വേറെ വല്ല പണിക്ക് പോയിക്കൂടെ? എന്നോട് ചോദിച്ചു, പാസ എന്താ വിഷയം? ഞാൻ പറഞ്ഞു, ഈ ലാസ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? നിങ്ങളാണോ സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്നത്? നമ്മൾ ക്രിസ്തുവിൽ രണ്ടല്ല. ഓ, യേശുവിന്റെ ലവിനെ കുറിച്ച്, സ്നേഹത്തെ കുറിച്ച് പറയുമ്പോ 1000 നാവാ. ഞാൻ പറഞ്ഞു, പോകരുത്, അവിടെ നിൽക്കാൻ പറഞ്ഞു. എനിക്ക് കുറെ കാര്യം പറയാനുണ്ടെന്ന് അവിടെ നിർത്തി ഒരു 10-20 മിനിറ്റ് സംസാരിപ്പിച്ചിട്ടാ ഞാൻ.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇതൊക്കെ അറിഞ്ഞിരുന്നാലും, ഈ പ്രസംഗമൊക്കെ കേട്ടിരുന്നാലും, ഈ സുവിശേഷമൊക്കെ അകത്തോട്ട് കേറിയാലും, നിന്നെ സ്ഥിരപ്പെടുത്തി അതിൽ നിർത്തണമെങ്കിൽ നിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കണം. മനസ്സിലായോ? മനസ്സിലായോ? കേട്ടതിൽ നീ സ്ഥിരപ്പെട്ട് നിൽക്കണമെങ്കിൽ, അറിഞ്ഞതിൽ നീ സ്ഥിരപ്പെട്ട് നിൽക്കണമെങ്കിൽ, നിന്റെ അകത്തൊരു ദൈവശക്തി വ്യാപരിക്കണം. സ്തോത്രം, സ്തോത്രം. അത് ചെയ്യാൻ കഴിവുള്ളവനാണ് കർത്താവ്. ഞാൻ ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഞാൻ ദൈവശക്തി ഏറ്റെടുത്ത് ദൈവശക്തിയുടെ നിറവിൽ വിശ്വസിച്ച് നിൽക്കുന്ന ഒരാളാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ദൈവശക്തി നിൽക്കുന്ന ഒരാൾ, എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം, ദൈവശക്തിയുടെ നിറവിൽ നിൽക്കുന്നവർക്ക് ജാതിയില്ല, ദൈവശക്തിയുടെ നിറവിൽ നിൽക്കുന്നവർക്ക് മതമില്ല, ദൈവശക്തിയുടെ നിറവിൽ നിൽക്കുന്നവർക്ക് നിറവില്ല, ദൈവശക്തിയുടെ നിറവിൽ നിൽക്കുന്നവർക്ക് പണമില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജാതിയും മതവും നിറവും പണവും നോക്കാതെ അവരെ ദൈവം സ്നേഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കും. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞു കേൾക്കുന്നതിൽ നിങ്ങളെ സ്ഥിരപ്പെടുത്തി നിർത്താൻ കഴിവുള്ളവൻ ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ ശക്തി അകത്ത് വ്യാപരിക്കുന്നത്, ആ കർത്താവിന്റെ ശക്തി അകത്ത് വ്യാപരിക്കുന്നത്. പ്രൈസോ, നമുക്ക് മർമ്മം അറിയാം അല്ലേ? മർമ്മം അറിയാം. ഇനി അറിയാത്തവരാണ് ഇപ്പൊ കേട്ടപ്പോ മനസ്സിലായേ? മർമ്മം അറിയാം. പ്രസംഗം, ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പ്രസംഗം അറിയാം. ആത്മാവ് ചോദിക്കുന്ന ചോദ്യം, നീ അതിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? നീ അതിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ടോ? സ്തോത്രം, സ്തോത്രം. അതിൽ സ്ഥിരപ്പെടാൻ വേണ്ടിയിട്ടാണ് തിരുവെടുത്ത് പറയുന്നത് ദൈവശക്തി നിറഞ്ഞോ. കേട്ടത് ജീവിതത്തിൽ പ്രായോഗികമായി വെളിപ്പെടുത്തണമെങ്കിൽ, അതിൽ നിലനിൽക്കണമെങ്കിൽ, അതിൽ സ്റ്റേബിളായി തുടരണമെങ്കിൽ, ഹല്ലേലൂയ, നീ ദൈവശക്തി നിറഞ്ഞോണം. സ്തോത്രം. അതാ കർത്താവ് ഒന്നാമത് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. അറിഞ്ഞ മർമ്മത്തിലും കേട്ട പ്രസംഗത്തിൽ എന്ത് ചെയ്യണം? സ്ഥിരപ്പെട്ട് നിർത്താൻ കഴിയുന്നവൻ, അവന്റെ പേരാണ് ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ആത്മാവാണ് അകത്ത് വ്യാപരിക്കുന്നത്. ആ ക്രിസ്തുവിന്റെ ആത്മാവാണ് അകത്ത് വ്യാപരിക്കുന്നത്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്ഥിരപ്പെടണം. എന്ത് ചെയ്യണം? സ്ഥിരപ്പെടണം. ഹല്ലേലൂയ. ഞാൻ അതവിടെ നിർത്തുക, സമയമില്ല. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരാം. ഒന്നാമത്തെ ഭാഗം മനസ്സിലായല്ലോ? ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്ന മർമ്മത്തിൽ അനുസരണയുള്ളവരായി ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ച സുവിശേഷം. 2, യേശു ക്രിസ്തു എന്ന പ്രസംഗം. ഇതിൽ രണ്ടിലും നമ്മുടെ ക്രിസ്തീയ ജീവിതം സ്ഥിരപ്പെടുത്തുവാൻ കഴിവുള്ളവരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, എബ്രായ ലേഖനം 2:18 പെട്ടെന്ന് പറയും. എബ്രായർ 2:18. ഹല്ലേലൂയ. എബ്രായർ 2:18. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുകയാൽ, അവിടെ തൊട്ട് ശ്രദ്ധിച്ചു കേട്ടോണേ, പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ അടുത്ത കഴിവിനെ കുറിച്ച് വെളിപ്പെടുത്തുക. കേട്ടോ? ഹല്ലേലൂയ. നമ്മുടെ കുറുവാക്യം മറക്കരുത്. അത്യന്തപരമായി ചെയ്യാൻ കഴിവുള്ളവർ, അത് മറക്കരുത്. ഒന്നാമത്തെ ആ കഴിവിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ, നമ്മളെ സ്ഥിരപ്പെടുത്താൻ കഴിവുള്ളവൻ. രണ്ടാമത്തെ കാര്യമാണ് ഇവിടെ വായിച്ചത്, നിന്നെ സഹായിപ്പാൻ കഴിവുള്ള ദൈവശക്തി. ഒരാമേൻ പറഞ്ഞാട്ടെ. നിന്നെ സഹായിപ്പാൻ കഴിവുള്ള ദൈവശക്തി. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടവനായതുകൊണ്ട് തന്നെ
പരീക്ഷകളുടെ നടുവിൽ കഷ്ടം സഹിക്കുന്നവരെ സഹായിപ്പാൻ അവൻ കഴിവുള്ളവനത്രേ. കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം വിട്ട് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് അല്ലെങ്കിൽ താണഭൂമിയിലേക്ക് വന്നു സ്വജനത്തിൽ ഒരുവനായി ജീവിച്ചു. സാധാ മനുഷ്യനായി. ഹല്ലേലൂയ. ക്രൂശിൽ തന്റെ ജീവൻ അർപ്പിച്ചു. ആമേൻ. രക്ഷ തന്നിലൂടെ അല്ലാതെ സാധ്യമല്ല എന്ന് വെളിപ്പെടുത്തി ഈ കഷ്ടാനുഭവങ്ങൾ സഹിച്ച ക്രിസ്തുവിന് പരീക്ഷകളിൽ കഷ്ടം അനുഭവിക്കുന്നവരെ സഹായിപ്പാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇതൊന്നും കൂടുതൽ വിശദീകരിക്കത്തില്ല, സമയമില്ലാത്തതുകൊണ്ട്. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം, ദൂത് ഇതിന്റെ അകത്തുണ്ട്. ഞാൻ ഈ വചനഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധയാത്മാവ് എന്നോട് സംസാരിച്ചൊരു വെളിപ്പാടാണ്. പരീക്ഷകളാൽ കഷ്ടം അനുഭവിക്കുന്ന ദൈവകുഞ്ഞേ, നീ ഭാരപ്പെടണ്ട. നിന്നെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും നിന്നെ സഹായിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ഇന്ന് പകൽ ഇതിന്റെ അകത്തിറങ്ങി വന്നിട്ടുണ്ട്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ അകത്തവൻ ആ ശക്തി പകർന്നിട്ടുണ്ട്. എന്നോട് ആത്മാവ് ഇന്ന് പകൽ ഇടപെടുക. പരീക്ഷകളിൽ കഷ്ടം സഹിക്കുന്ന ചിലരെ ആത്മാവിൽ കണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും നിന്നെ സഹായിപ്പാൻ കഴിവുള്ള, നിന്നെ സഹായിപ്പാൻ കഴിവുള്ള, നിന്നെ സഹായിപ്പാൻ കരുത്തുള്ള ഒരു ദൈവപുത്രൻ ഇതിന്റെ നടുവിൽ ഇറങ്ങി വന്നതിട്ടുണ്ട്. നിന്റെ അടുത്ത് പരീക്ഷകളുടെ നടുവിൽ അനുഭവിക്കാതിരിക്കുന്ന നിന്നെ വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് ആരെങ്കിലും പരീക്ഷകളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആരെങ്കിലും ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പരീക്ഷകളുടെ കഷ്ടത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പറയുന്നു, ആരും സഹായിപ്പാനില്ല, ആരും സഹായിപ്പാനില്ല എന്നോർക്കുമ്പോൾ സന്തോഷപ്പെടുന്നു. നിന്നെ സഹായിപ്പാൻ പരീക്ഷകളെ ജയിച്ച്, കഷ്ടങ്ങളെ ജയിച്ച്, പരീക്ഷകളെ ജയിച്ച്, കഷ്ടങ്ങളെ ജയിച്ച് ഉണ്ട്. അവന്റെ സാന്നിധ്യമാണ് നിന്റെ അവസ്ഥ. നിങ്ങൾ ചിലരുടെ ഹൃദയം ഉറക്കുന്നത് ആത്മാവി കാണുക, ചിലരുടെ മനസ്സ് ഉറയ്ക്കുന്നതിന്റെ ആത്മാവി കാണുക, ചിലരുടെ ഹൃദയത്തെ ധൈര്യപ്പെടുത്തുന്നത് ഞാൻ ആത്മാവിൽ കാണുകയെ. പരീക്ഷകളെ ജയിച്ചവൻ, കഷ്ടത്തെ ജയിച്ചവൻ ഇന്ന് മകൻ ആത്മാവ് ഇടപെടുക. പരീക്ഷകളുടെ നടുവിൽ കഷ്ടം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവാത്മാവിനോട് പറയുന്നു, അങ്ങനെയുള്ളവരോട് ആത്മാവ് പറയുന്നു, നിന്നെ സഹായിപ്പാൻ ഒരു ദൈവം ഇന്ന് പകൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ കഴിവുള്ളവനാണ്, അവൻ കരുത്തുള്ളവനാണ്,
അവന്റെ ശക്തിയാണ് നിന്റെ അകത്ത് വ്യാപരിക്കുന്നത്. ജീസസ്. ഇത് സൂമിലുണ്ടല്ലോ, ലൈവ് ഉണ്ടല്ലോ, ഇത് റെക്കോർഡായി മെസ്സേജ്. കർത്താവ് അനുവദിച്ചാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ യൂട്യൂബിൽ ഇത് വരും. ഞാൻ വളരെ പ്രാർത്ഥനയോടെ പറയുന്നു, ഈ ലൈവിൽ ഇരിക്കുന്നവരോടും നാളെ യൂട്യൂബിൽ കേൾക്കുന്നവരോടും ഞാൻ പറയാം, ആരും ആത്മഹത്യ ചെയ്യരുത്. ദയവായി ആരും ആത്മഹത്യ ചെയ്യരുത്. ദയവായി സൂയിസൈഡിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. ദയവായി നിങ്ങൾ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത്. നിങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല എന്ന് ഓർക്കുമ്പോൾ അടുത്തത് ആത്മഹത്യ ചെയ്യുക എന്നുള്ള ചിന്തയാ. എത്ര പേര് മരിച്ചിരിക്കുന്നു ഈ കാലഘട്ടത്തിന്റെ ഇടയ്ക്ക് പരിശോധിച്ച് എത്ര പേര് ആത്മഹത്യ ചെയ്തിരിക്കുന്നു? അതിൽ ഏറ്റവും ദുഃഖിപ്പിച്ചൊരു വാർത്തയല്ലായിരുന്നു ഒരമ്മ 2 കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് ട്രെയിനിന്റെ മുമ്പിൽ ജീവൻ പൊലിഞ്ഞുപോയ വാർത്ത. എത്രയോ പേർ ആത്മഹത്യ ചെയ്യുന്നു. ഞാൻ ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഈ ലൈവിൽ ഞാൻ വിളിച്ചു പറയുന്നു, ആരും ആത്മഹത്യ ചെയ്യരുത്. നിന്നെ സഹായിപ്പാൻ ആരുമില്ലെങ്കിലും നിന്നെ സഹായിപ്പാൻ ഒരു ദൈവമുണ്ട്. നിന്നെ സഹായിപ്പാൻ ഒരു കർത്താവുണ്ട്. നിന്നെ രക്ഷിപ്പാൻ ഒരു ദൈവമുണ്ട്. ആരും സൂയിസൈഡ് ചെയ്യരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് കയറെടുക്കരുത്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് ട്രെയിനിന്റെ മുമ്പിൽ ചാടരുത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ആത്മഹത്യയുടെ വഴി തിരഞ്ഞെടുക്കരുത്. ഹല്ലേലൂയ. പരീക്ഷകളെ ജയിച്ച, കഷ്ടങ്ങളെ ജയിച്ച ഒരു നല്ല കർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അതിന്റെ അകത്ത് നിന്ന് നിനക്ക് രക്ഷപ്പെടാനുള്ള മാർഗം അവൻ നിന്റെ മുമ്പിൽ തെളിയിച്ചു തരും. ആരും ആത്മഹത്യ ചെയ്യരുത്. എന്നോട് ആത്മാവ് ശക്തമായി നിയോഗിക്കുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ആത്മഹത്യ ചെയ്യരുത്. ഹല്ലേലൂയ. ആര് ഈ കഷ്ടത്തിൽ നിന്ന് എന്നെ വിടുവിക്കും? യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ഇതിനെയെല്ലാം ജയിച്ചവനാ. എബ്രായലേഖനം 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമുക്കുള്ള മഹാപുരോഹിതൻ. ക്രിസ്തുവിനെ കുറിച്ചാ പറയുന്നേ. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയുന്നവനത്രേ, കഴിയാത്തവനല്ല എന്നാണ് വാക്യം. അതിന്റെ അർത്ഥം കഴിയുന്നവനത്രേ. എന്നോട് ആത്മാവ ദൂത് അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ ഇടപെട്ടത് കൊണ്ട് ഞാൻ പറയുന്നത്, നിന്റെ ബലഹീനതയിൽ നിന്നോട് സഹതാപം കാണിക്കാൻ ആരുമില്ലെങ്കിലും നീ ഭാരപ്പെടരുത്. നിന്നോട് സഹതാപം കാണിക്കാൻ നിനക്ക് കഴിവുള്ളൊരു ദൈവം നിന്റെ ഒപ്പമുണ്ടെന്ന് ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാൻ. നിന്റെ ബലഹീനതകളുടെ നടുവിൽ നിന്റെ കരം പിടിക്കാൻ ഒരു നല്ല കർത്താവ് ജീവിക്കുന്നു. നിന്റെ ബലഹീനതകളിൽ നിന്നോട് സഹതാപം കാണിക്കുന്ന ഒരു നല്ല ദൈവമുണ്ട്. ചില വിഷയങ്ങളുടെ അകത്ത് ആരും സഹതാപം കാണിക്കരുത്. ചില വിഷയത്തിന്റെ അകത്ത് ആരും സഹതാപം കാണിക്കാതിരുന്നിട്ടില്ലേ? ഹല്ലേലൂയ. ഇവര് കാണും, ഈ വ്യക്തികൾ കാണും എന്നൊക്കെ നീ ഹൃദയത്തിൽ ചിന്തിച്ചവരില്ലായിരുന്നോ? യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിന്റെ ബലഹീനതയിൽ. എന്നോട് ആത്മാവ് ഇങ്ങനെ ഇടപെടുന്നു. പലർക്കും ബലഹീനത വന്നപ്പോ നീ അവർക്കൊരു താങ്ങായിരുന്നു. പലർക്കും ബലഹീനത വന്നപ്പോ നീ അവർക്കൊരു താങ്ങായിരുന്നു. എന്നാൽ നിനക്കൊരു ബലഹീനത വന്നപ്പോൾ നിന്നെ താങ്ങാൻ ആരുമില്ലായിരുന്നു. നിനക്കൊരു ക്ഷീണം വന്നപ്പോൾ നിന്നെ താങ്ങാൻ ആരുമില്ലായിരുന്നു. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുക. നീ ഭാരപ്പെടരുത്, നീ പ്രയാസപ്പെടരുത്. നിന്റെ ബലഹീനതയുടെ നടുവിൽ
പൗലോസ് പറയുന്നു, സഹതാപം ആരും കാണിച്ചില്ലെങ്കിലും, നിന്റെ ബലഹീനതയിൽ നിന്നോട് സഹതാപം ആരും കാണിച്ചില്ലെങ്കിലും, നിന്റെ ബലഹീനതയിൽ നിന്നോട് സഹതാപം കാണിക്കാൻ ഒരു മഹാപുരോഹിതൻ നിനക്കുണ്ട്. ഞാനിത് പറയുമ്പോ ചിലരുടെ കണ്ണ് നിറയുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു, ചിലരുടെ ചങ്ക് തകരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ബലഹീനതയിൽ, നിന്റെ ബലഹീനതയിൽ നിന്നോട് സഹതാപം കാണിക്കാൻ ആരുമില്ല എന്നോർത്ത് ഭാരപ്പെടരുത്. പരിശുദ്ധാത്മാ പറയുന്നു, നിനക്ക് വേണ്ടി സഹതാപം കാണിക്കാൻ ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പുത്രന വിഷയത്തിന്റെ നടുവിൽ ഇന്ന് പകൽ ഇറങ്ങി വെക്കുന്ന പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിന്നോട് സഹതാപം ആരും കാണിക്കാത്ത വിഷയത്തിന്റെ അകത്ത്, നിന്നോട് മനസ്സരിവായം കാണിക്കാത്ത വിഷയത്തിന്റെ അകത്ത് അപ്പം കാണിക്കാത്തവരുണ്ട്, അമ്മ കാണിക്കാത്തവരുണ്ട്, മക്കള് കാണിക്കാത്തവരുണ്ട്, മാതാപിതാക്കന്മാർ കാണിക്കാത്തവരുണ്ട്, എന്തിന് ദൈവദാസന്മാർ കാണിക്കാത്തവരുണ്ട്, സഭ കാണിക്കാത്തവരുണ്ട്, സമൂഹം കാണിക്കാത്തവരുണ്ട്, ബന്ധുക്കാര് കാണിക്കാത്തവരുണ്ട്, ചാർച്ചക്കാര് കാണിക്കാത്തവരുണ്ട്, ദേശക്കാര് കാണിക്കാത്തവരുണ്ട്. സഹതാപം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ആരും സഹതാപം കാണിച്ചില്ലെങ്കിലും, ആരും സഹതാപം കാണിച്ചില്ലെങ്കിലും എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു സർവശക്തനാകുന്ന ദൈവം, വാക്യം അങ്ങനെ പറഞ്ഞേ, മഹാപുരോഹിതൻ നിന്നോട് സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, അവൻ സഹതാപം കാണിക്കുന്നവനത്രേ. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഞാനിത് എന്റെ പ്രാർത്ഥനാ മുറിയിൽ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ശക്തമായി പറഞ്ഞൊരു കാര്യമാണ്, ചില വിഷയത്തിന്റെ അകത്ത് നീ ക്ഷീണാവസ്ഥയിലാണ്, ചില വിഷയങ്ങളുടെ അകത്ത് നീ ക്ഷീണാവസ്ഥയിലാണ്, ചില വിഷയങ്ങളുടെ അകത്ത് നീ ഭാരപ്പെട്ടിരിക്കുക. സ്തോത്രം. ആരെന്നെ സഹായിക്കും, ആരെന്നോട് സഹതാപം കാണിക്കും എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് നിൽക്കുന്നവരോട് ദൈവാത്മാ പറയുന്നു, ആരുമില്ല എന്ന് പറയരുത്. എനിക്കൊരുവനെ പറയാനുണ്ട്, എനിക്കൊരുവനെ ഉയർത്തി കാണിക്കാനുണ്ട്, എനിക്കൊരുവനെ ഉയർത്തി കാണിക്കാനുണ്ട്. ഹല്ലേലൂയ. ആ ഉയർത്തി കാണിക്കുന്നവൻ നിന്നോട് സഹതാപം കാണിക്കാൻ കഴിവുള്ളവനാ, നിന്നോട് സഹതാപം കാണിക്കാൻ അവൻ കഴിവുള്ളവനാ, നിന്നെ സഹായിക്കാൻ അവൻ കഴിവുള്ളവനാ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രവചന ശബ്ദം പോലെ ഞാൻ പറയുന്നു, വിശ്വസിച്ച് ഈ ദൈവശക്തി ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇടപെടുന്നു. എന്റെ ഈ വിഷയത്തിൽ ആര് സഹായിക്കും, എന്റെ ഈ വിഷയത്തിൽ ആരെന്നോട് സഹതാപം കാണിക്കും എന്ന് ചിന്തിച്ചിരിക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് വിശ്വസിക്കാൻ തയ്യാറാണോ? ദൈവത്തിന്റെ ഹെൽപ്പ് എന്താണെന്ന് വെളിപ്പെടാൻ പോവുക, ദൈവത്തിന്റെ സഹായം എന്താണെന്ന് വെളിപ്പെടാൻ പോവുക, ദൈവത്തിന്റെ ശക്തിയാൽ ഇന്ന് പകലത് വെളിപ്പെടും. ദൈവം നിന്നോട് സഹതാപം കാണിക്കും കേട്ടോ, ഭാരപ്പെടരുത്. 1 കൊരിന്ത്യർ 10:13 ഇങ്ങനെ പറയുന്നു, മനുഷ്യർക്കും നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, കാരണം ദൈവം വിശ്വസ്തൻ. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. കണ്ടോ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോട് കൂടെ അവൻ പോക്കു വഴിയും ഉണ്ടാക്കും. ഒരാമേൻ പറയാമോ? ഈ വചനം ചിലരുടെ ജീവിതത്തിൽ ഇന്നു പകൽ ക്രിയ ചെയ്യട്ടെ, ക്രിയ ചെയ്യട്ടെ. നിനക്ക് സഹിക്കാൻ കഴിയാത്ത പരീക്ഷ തന്ന് നിന്നെ കഷ്ടപ്പെടുത്തുന്നവനല്ല ദൈവം. കാരണം തിരുവെഴുത്ത് പറയുന്നു, ദൈവം വിശ്വസ്തൻ. നീ വിശ്വസിച്ച ദൈവം വിശ്വസ്തൻ. നിന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട്, അതിനെ സഹിപ്പാനുള്ള കരുത്ത് അകത്തും നിന്റെ അകത്തും വ്യാപരിക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ പരീക്ഷകളിലൂടെ നീ കടന്നു പോകുന്നത്
എങ്കിലും അതിന്റെ അകത്ത് ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. നിനക്ക് കഴിയുന്നതിന് മീതെ, നിനക്ക് സഹിപ്പാൻ കഴിയുന്നതിന് മീതെ നിന്റെ പരീക്ഷ പോകാതിരിക്കേണ്ടതിന് അതിനോടൊപ്പം. സ്തോത്രം. ആ വാക്യം നിങ്ങൾ ഇരുത്തി വായിച്ചിട്ടുണ്ടോ? ആ വാക്യം നിങ്ങൾ ഇരുത്തി വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയുന്നതിന് മീതെ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾക്ക് ഈ പരീക്ഷ സഹിക്കാൻ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു ലിമിറ്റ്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു ലിമിറ്റ്. പരീക്ഷകളിലൂടെ പോകുന്നവർ കേട്ടാൽ, അല്ലാത്തവർ പ്രാർത്ഥിച്ചുണ്ട്. അല്ലെങ്കിൽ പരീക്ഷയിലൂടെ പോകുന്നവർ ശ്രദ്ധിച്ച് കേട്ടോ. ഹല്ലേലൂയ. ഈ പരീക്ഷകളിലൂടെ, ആ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ഈ പരീക്ഷകളിലൂടെ പോകുമ്പോൾ ഇതിനെ സഹിപ്പാൻ ദൈവം നിങ്ങളുടെ അകത്ത് നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ദൈവശക്തി പകർന്നു. നിങ്ങളുടെ അകത്തും പകർന്ന ദൈവശക്തിക്ക് ഇതിനെ സഹിപ്പാൻ, ഹല്ലേലൂയ സ്തോത്രം, ഒരു അവസരം ദൈവം വെച്ചിട്ടുണ്ട്. ഇതിനെ സഹിപ്പാൻ തിരുവെടുത്ത് ഇങ്ങനെ വായിക്കുന്നു, അതിനെ സഹിപ്പാൻ കഴിയാത്ത വിധത്തിൽ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സഹിച്ച് കൂടാൻ കഴിയാത്ത ഒരു സ്റ്റേജ് വരുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. തിരുവെടുത്ത് അങ്ങനെ വായിക്കുന്നു, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ. കണ്ടോ? നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ എന്ന് വെച്ചാൽ നിങ്ങളുടെ മീതെ അത് ഉയർന്നു എന്ന് വരുന്ന ആ ടൈം സോണിൽ നിങ്ങൾക്ക് മറുപടി കിട്ടും. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? പരിഹാരം ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? ഹല്ലേലൂയ. പരീക്ഷ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയുന്നതിനു മീതെ എന്ന് വെച്ചാൽ അതിന്റെ ഒരു ടൈം ഉണ്ട്, അതിന്റെ ഒരു സമയമുണ്ട്, അതിനൊരു അതിരുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല എന്ന സ്റ്റേജ് വരുമ്പോൾ വാക്യത്തിന്റെ താഴെ പരീക്ഷയോട് കൂടെ പോക്കുവഴി വെളിപ്പെട്ടു വരും. എന്ന് വെച്ചാൽ സഹിക്കാവുന്നതിന്റെ അപ്പുറം ദൈവം നിനക്ക് ആ പരീക്ഷ ദൈവം അനുവദിച്ചു തരത്തില്ല. ആ പരീക്ഷ നീണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. ആ ടൈം ഉണ്ട്, ആ ടൈം ഉണ്ട്. ആ ടൈം കഴിയുമ്പോൾ പോക്കുവഴി വെളിപ്പെടും. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചിലരുടെ ലൈഫിൽ അത് സംഭവിക്കുക യേശുവിന്റെ നാമത്തിൽ. മൂന്നാമത്തെ കാര്യം, 3 കാര്യമേ പറയുന്നുള്ളൂ. അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം എബ്രായർ 7:25 അതുകൂടെ വായിച്ച് പ്രാർത്ഥിക്കും. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ കേട്ടോ. അടുത്തത് മൂന്നാമത്തെ പോയിന്റ്, നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തിയുള്ളവൻ, കഴിവുള്ളവൻ. നമ്മളെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തിയുള്ളവൻ, കഴിവുള്ളവൻ. ഹല്ലേലൂയ. ആരെയാ രക്ഷിക്കുന്നത്? ഞാൻ വേഗത്തിൽ പറഞ്ഞു വിടാം. ആരെയാ രക്ഷിക്കുന്നത്? ആ വാക്യത്തിൽ തന്നെ ഉണ്ട്. ദൈവത്തോട് അടുക്കുന്നവനെ. അതുവഴി ഇതുവഴി നടന്നിട്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമല്ല. ഹല്ലേലൂയ. ദൈവത്തോട് ആരടുത്തു ജീവിക്കുന്നു അവനെ പൂർണ്ണമായി രക്ഷിപ്പാൻ ദൈവം ശക്തൻ, കഴിവുള്ളവൻ, പ്രാപ്തൻ. ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? ഒരാമേൻ എത്ര പേര് പറയും? കേട്ടോ, ദൈവത്തോട് അടുത്തു നിൽക്കുന്നവനെ പൂർണ്ണമായി രക്ഷിപ്പാൻ എന്റെ ദൈവം കഴിവുള്ളവനാ. നീ ദൈവത്തോട് അടുത്താണോ നിൽക്കുന്നത്? ഹലോ, ദൈവത്തോട് അടുത്താണോ നിൽക്കുന്നത്? ആണെന്ന് ഉറപ്പുള്ള ഒരാമേൻ പറഞ്ഞു. അയ്യോ, സച്ചു ദൈവത്തോട് കൂടുതൽ അടുത്താണോ നിൽക്കുന്നത്? അല്ല. അടുക്കാനുണ്ടോ? ഉണ്ട്. അടുക്കണം. ഇല്ല, പൂർണ്ണ രക്ഷ വരത്തില്ല. ശിവന് അടുത്താണോ നിൽക്കുന്നത്? നീ എന്നാ അടുക്കുന്നേ? സ്നാനത്തിനൊക്കെ തീരുമാനിച്ചിരിക്കുക. സ്തോത്രം. തീരുമാനമായില്ല. അല്ലേ? ചർച്ചക്കാർക്ക് മുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മുക്കും. അല്ലേലൂയ. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ, ശ്രദ്ധിച്ചു കേട്ടെ. ഹല്ലേലൂയ. ദൈവത്തോട് അടുക്കുന്നവനെ,
ദൈവത്തോട് അടുക്കുന്നവനെ പൂർണ്ണമായി രക്ഷിപ്പാൻ ദൈവം കഴിവുള്ളവൻ. ഒരാമൻ ചേർന്ന് പറ. എന്തുകൊണ്ടാ ദൈവം കഴിവുള്ളവൻ എന്ന് പറഞ്ഞേ? ആ വാക്യത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, സദാകാലം ജീവിക്കുന്നവൻ. ഒരാമൻ പറ. സദാകാലം ജീവിക്കുന്നവൻ എന്ന് വെച്ചാൽ മരിച്ചു, ശരിയാ, എന്നാൽ ഇനിയും മരിക്കാത്ത വിധത്തിൽ ഉയർന്നെഴുന്നേൽക്കും. സദാകാലത്തേക്കും ജീവിക്കുന്നവനായതുകൊണ്ട് പറയുന്നു, എന്നോടടുത്തു നിൽക്കുന്നവനെ ഞാൻ പൂർണ്ണമായി രക്ഷിക്കാൻ കഴിവുള്ളവൻ. ഒരാമൻ എത്ര പേര് പറഞ്ഞു? ഞാൻ ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയാം. ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ തകർത്തു കളയാൻ, നിന്റെ കുടുംബത്തെ തകർത്തു കളയാൻ പിശാചാകുന്നവൻ ഏതൊക്കെ തന്ത്രങ്ങൾ ഒരുക്കിയാലും നീ ആത്മധൈര്യത്തോടെ വിളിച്ചു പറയാം, ഞാൻ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന കാലത്തോളം എന്നെ തകർക്കാൻ, എന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ, എന്നെ ഉന്മൂലമാക്കാൻ വരുത്താൻ ഒരു പൈശാചിക, ഒരു ആഭിചാര, ഒരു തന്ത്രവാദ, ഒരു അപ്പഴവര ശക്തികൾക്ക് കഴിയത്തില്ല. കാരണം എന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ കഴിവുള്ള ദൈവം. ആത്മാവിൽ അഴിഞ്ഞു മാറട്ടെ. നിന്റെ കുടുംബത്തെ തകർത്തുകളയും, നിന്റെ കുടുംബത്തെ തകർത്തുകളയും, നിന്നെ തകർത്തുകളയുമെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില പൈശാചിക വെല്ലുവിളികളെ പരിശുദ്ധമോ പറയുന്നു, പൂർണ്ണമായി രക്ഷിക്കാൻ ഇന്നും ജീവിക്കുന്ന, സമാധാനത്തേക്കും ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആ തെറ്റുകൾ അഴിയുന്നു. കിണരിക്ക് മുകളിൽ വാള നിൽക്കുന്നത് പോലെ, കിണരിക്ക് മുകളിൽ വാള നിൽക്കുന്നത് പോലെ ഒരു വെളിപ്പാടിനെ കാണുന്നു. കടലിക്ക് മുകളിൽ വാള നിൽക്കുന്നത് പോലെ ഒരു വെളിപ്പാടിനെ കാണുന്നു. ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ആ വെല്ലുവിളി, ആ വെല്ലുവിളി, ആ പൈശാചിക വെല്ലുവിളി കഴിവുള്ള ദൈവത്തിന്റെ ശക്തി കഴിവുള്ള യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറലും എല്ലാവരും ദൈവത്തെ ആരാധിച്ച് പൂർണ്ണമായി രക്ഷിക്കാൻ ഇന്ന് അഴിക്കുക പൂർണ്ണമായി രക്ഷിക്കാൻ നിങ്ങളുടെ ഭവനത്തിൽ ആരാധിക്കുമ്പോൾ ആ തെറ്റ് അഴിഞ്ഞു മാറുക, ആ ബന്ധനം അഴിഞ്ഞു മാറുക, നിന്നെ പൂർണ്ണമായി രക്ഷിക്കാൻ ഉത്തരവാദിത്തമില്ല ഒരു ദൈവം ഇറങ്ങി വരുന്ന ശരീരത്തോട്
ഓരോരുത്തരും ക്രൈസ്തവജീവിതം ഓരോരുത്തരും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറണം. എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, സൂമിലുള്ളവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. നിങ്ങൾ സൂമിലാണെന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കാതിരിക്കരുത്. എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ, യേശുവിന്റെ നാമത്തിൽ എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഞാനൊരു വെളിപ്പാട് കാണുന്നു. ഒരു കഴുത്തിന്റെ മുകളിൽ ഒരു വാൾ ഇറങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച ദൈവാത്മാവനെ കാണിക്കുന്നു. ഇന്ന് പകൽ പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ള എന്റെ കർത്താവ് ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ടോ? എന്റെ പ്രാണപ്രിയൻ ഇതിന്റെ അകത്ത് ഇറങ്ങി നിൽക്കുന്നുണ്ടോ? തന്റെ ശക്തി വഹിക്കുന്നവർ പ്രാർത്ഥിക്കുക. നിന്റെ പ്രാണനെ വിഴുങ്ങിക്കളയുമെന്ന് പറഞ്ഞാൽ അത് വെല്ലുവിളിച്ചു നിൽക്കുന്നത് ഇന്നത്തെ ലോകത്തെ തൂങ്ങിയിരിക്കാതെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആൾക്കാരിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആരെ വിഴുങ്ങുന്നു? യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഈ പ്രസംഗം കേൾക്കുന്ന, ഈ വെളിപ്പാട് കേൾക്കുന്ന, ഈ മൂന്ന് കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞു മാറും. അതഴിഞ്ഞു മാറും. അതഴിഞ്ഞു മാറും. പൂർണ്ണമായി രക്ഷിക്കാൻ കഴിവുള്ള യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറും. പലവശത്തിൽ നിന്ന് അഴിഞ്ഞു മാറും. ഭക്തിയിൽ നിന്ന് അഴിഞ്ഞു മാറും. ഭാര്യയിൽ നിന്ന് അഴിഞ്ഞു മാറും. ഭവനത്തിൽ അഴിഞ്ഞു മാറും. സഭയിൽ നിന്ന് അഴിഞ്ഞു മാറും. കുടുംബത്തിൽ നിന്ന് അഴിഞ്ഞു കഴിവുള്ള യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞ കാലത്തും ജീവിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞ നിങ്ങൾക്ക് പത്രോസിനെ അറിയാമോ? യാക്കോബിന്റെ തലവെട്ടി. അടുത്ത ദിവസം പത്രോസിന്റെ തലവെട്ടാൻ 4 ചേകവന്മാരെ കാവൽ നിർത്തി. 4 യാമമുണ്ട്. ഓരോ യാമത്തിലും 4 പേര്. 1-ാം യാമത്തിൽ 4 പേര്, 2-ാം യാമത്തിൽ 4 പേര്, 3-ാം യാമത്തിൽ 4 പേര്, 4-ാം യാമത്തിൽ 4 പേര്. അങ്ങനെ ടോട്ടൽ 16 പേരെ ഒരു രാത്രി കാവൽ നിർത്താൻ. എന്തിനാ? ഓരോ യാമത്തിലും 4 പേരെ വീതം നിർത്തിയത് എന്തിനാണെന്നറിയാമോ? കാവൽ നിൽക്കുന്നവർ ഉറങ്ങാതിരിക്കാൻ. കാവൽ നിൽക്കുന്നവർ ഉറങ്ങാതിരിക്കാൻ. നിങ്ങൾ ആ വചനഭാഗം ധ്യാനിച്ചിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, 2 പേർ കാരാഗ്രഹത്തിന്റെ അകത്ത്,
എങ്ങനെയാണെന്നറിയാമോ? പത്രോസിന്റെ രണ്ട് കൈയിൽ ചങ്ങലയുണ്ട്. വലത് കൈയിൽ ഒരു ചങ്ങല, ഇടത് കൈയിൽ ഒരു ചങ്ങല. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒന്ന് കണ്ടോ വേണേ. വലത് കൈയിൽ ഒരു ചങ്ങല, ഇടത് കൈയിൽ മറ്റൊരു ചങ്ങല. വലത് കൈയിലെ ചങ്ങല ഒരു പടയാളിയുമായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുക. ഇടത് കൈയിലെ ചങ്ങല അടുത്ത പടയാളികളുടെ കയ്യിലിട്ടിരിക്കുക. മനസ്സിലായോ? എന്ന് വെച്ചാൽ രണ്ട് പടയാളികളുടെ കരത്തിൽ പൗലോസിന്റെ ചങ്ങല ബന്ധിച്ചു വെച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു ചങ്ങലയിലല്ല കെട്ടിവെച്ചത്. രണ്ട് കൈയും കൂടെ ഒരു ചങ്ങലയിലല്ല കെട്ടിയത്. ഓരോ കരത്തിലും ഓരോ ചങ്ങല. അതിന്റെ അഗ്രഭാവം ഹല്ലേലൂയ ഭാഗം ഓരോ ഹല്ലേലൂയ കാവൽ നിർത്തിയിരിക്കുന്നവരുടെ രണ്ടുപേരുടെ കയ്യിൽ. എന്ന് വെച്ചാൽ ഒരു വിധത്തിലും ഇവൻ രക്ഷപ്പെടരുത്. രാജാവ് പറഞ്ഞിട്ടുള്ളതാണ്. ബാക്കി രണ്ടുപേര് വാതിലിന്റെ ഫ്രണ്ട് ഇങ്ങനെ കാവൽ നിർത്തിയിരിക്കുന്നു. ഓരോ യാമത്തിലും 4 പേര് വീതം. 2 പേര് ചങ്ങലകൾ ബന്ധിച്ച് പത്രോസിനോടൊപ്പം, 2 പേര് വാതിലിന്റെ ഫ്രണ്ടിൽ. പ്രൈസ് ടു ജീസസ്. ഈ സമയത്ത് പത്രോസ് കിടന്നുറങ്ങുമ്പോഴും ഈ ചങ്ങല ആരുമായിട്ട് കണക്റ്റഡാ? 2 പടയാളികളുമായിട്ട് കാവൽ നിർത്തിയിരിക്കുന്നവരായിട്ട് കണക്റ്റഡാ ഈ 2 ചങ്ങല. 2 പേര് പുറത്തു നിൽപ്പുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചേ. തിരുവെടുത്ത് പറഞ്ഞ് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോ സ്വർഗമിറങ്ങി വന്നു. ഞാൻ ചിന്തിക്കുക, 3 മണിക്കൂർ ഉറങ്ങാതെ നിൽക്കാൻ പറ്റൂ? ഒരു യാമം 3 മണിക്കൂറാണ്. 3 മണിക്കൂർ നിശ്ചയമായിട്ടും ഉറങ്ങാതെ നിൽക്കാൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്നു ചങ്ങലകൾ കണക്ട് ചെയ്ത് ബന്ധിക്കപ്പെട്ട പടയാളികളും കാവൽ നിന്നവരും ഹല്ലേലൂയ കാവൽ നിന്നവരും നിശ്ചയമായിട്ടും ഉറങ്ങിയിട്ടില്ല. എന്ത് ചെയ്തിട്ടില്ല? ഉറങ്ങിയിട്ടില്ല. കാരണം 3 മണിക്കൂറിന്റെ ഇടയ്ക്ക് അവർക്ക് ഉറങ്ങേണ്ടി വരത്തില്ല. സ്തോത്രം. പക്ഷെ തിരുവെടുത്ത് പറയുന്നു ഹല്ലേലൂയ, 3 മണിക്കൂറിന്റെ ഇടയ്ക്ക് ഉറങ്ങാതെ നിൽക്കുക. 2 ചങ്ങല 2 പേരുടെ കൈ കണ്ടടാ. പത്രോസിനെ വിളിച്ചു, മോനെ എഴുന്നേക്ക്. പ്രിയപ്പെട്ടവരെ, ഈ പടയാളികൾ ആത്മാവിൽ കണ്ടേ. ഇവൻ ഒരിക്കലും രക്ഷപ്പെടരുതെന്ന് പറഞ്ഞ് ചങ്ങല എന്ത് ചെയ്യാം? കെട്ടിവെച്ചിരിക്കുക. ആ ചരിത്രഭാഗം പഠിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, പടയാളികൾ നിസ്സഹായ അവസ്ഥയിൽ നിന്നുപോയി എന്നെഴുതിയിരിക്കുന്നത് ചരിത്രം പഠിക്കും. ആ പടയാളികൾ നിസ്സഹായ അവസ്ഥയിൽ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. ഒന്നുറക്ക കരയാൻ, നിലവിളിക്കാൻ. ഇന്നത്തെ പോലീസുകാരുടെ ഭാഷയിൽ പറഞ്ഞ പിസിലടിക്കാൻ പോലും, വേറെ പോലീസുകാരെ വരുത്താൻ, പടയാളികളെ വരുത്താൻ, പിസിലടിക്കാൻ പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിസ്സഹാവസ്ഥയിലായിപ്പോയി. ഇവരിതെല്ലാം കണ്ടോണ്ടിരിക്കുക. പത്രോസിന്റെ കയ്യിൽ നിന്ന് ചങ്ങല അഴിയുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് ചങ്ങല അഴിഞ്ഞില്ല. പത്രോസിന്റെ കയ്യിൽ കണക്ട് ചെയ്ത ചങ്ങലകൾ അഴിഞ്ഞു. വെളിയിൽ കാവൽ നിൽക്കുന്നവർ കണ്ടോണ്ടിരിക്കുക, വാതിൽ തുറക്കുന്നത്. പക്ഷെ കാണാനല്ലാതെ പെരുവരൊന്ന് ചലിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. സ്തോത്രം. കണ്ടോണ്ട് നിൽക്കാനല്ലാതെ പെരുവരലൊന്ന് ചലിപ്പിക്കാൻ പോലും കഴിഞ്ഞില്ല. 1-ാം വാതിൽ, 2-ാം വാതിൽ, 3-ാം വാതിലായ ഇരുമ്പ് വാതിൽ വരെ തുറന്ന് തിരുവെടുത്തു പറയുന്നു, പ്രാർത്ഥിച്ചവരുടെ വാതിലിന്റെ മുമ്പിൽ ദൈവം കൊണ്ടുവന്നു. ഞാൻ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എത്ര ബന്ധിച്ചാലും പൂർണ്ണമായി രക്ഷിക്കാൻ
കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നു. എത്ര ബന്ധിച്ചാലും എത്ര തകർക്കാൻ ശ്രമിച്ചാലും പൂർണ്ണമായി അതിന്റെ അകത്ത് വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് നീ വിശ്വസിക്കുന്നു. ദൂതനെ നീ ഏറ്റെടുക്കുന്നു. ആ ദൂതനെ നീ ഉൾക്കൊള്ളുന്നു. നിന്നെ വിടുവിക്കാൻ അവൻ കരുത്തുള്ളവനാണ്. Praise to Jesus. അതുകൊണ്ട് ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ശത്രു കെട്ടിയതിനെ ദൈവം അഴിക്കും. ഞാൻ ആത്മാവിൽ പറയുന്നു, ഇന്ന് ചിലത് അഴിയും, ഇന്ന് ചിലത് അഴിയും, ഇന്ന് ചിലത് അഴിയും. ചങ്ങലകളിട്ട് ബന്ധിച്ചതും ഇരുമ്പ് വാതിലുകൾ ലോക്ക് ചെയ്തതും എല്ലാം ഇന്ന് പകൽ അഴിഞ്ഞു മാറും. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായി രക്ഷിപ്പാൻ കരുത്തുള്ള, പൂർണ്ണമായി രക്ഷിപ്പാൻ കഴിവുള്ള ഒരു ദൈവപുത്രന്റെ ശക്തി ഇന്ന് പകൽ ഇതിന്റെ അകത്ത് വ്യാപരിച്ചു തുടങ്ങുന്നുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് ആരാധിക്കാം. ഫിലിപ്പിയർ 3:21 പെട്ടെന്ന് വായിക്കും. ഫിലിപ്പിയർ 3:21. ഫിലിപ്പിയർ 3:21. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന, മതി, അത്രയും മതി. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് ദൈവശക്തി. ഒരു ആമേൻ പറ. എന്ന് വെച്ചാൽ നാലാമത്തെ കാര്യം, സകലത്തിനെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ളവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, ഞാൻ ദൂത് മാത്രം പറഞ്ഞു വിടുക, വിശദീകരിക്കുന്നില്ല. ദൂത് മാത്രം പറഞ്ഞു വിടുക. നിന്നെ കീഴ്പ്പെടുത്താൻ നോക്കുന്നതിനെ നിനക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. കാര്യം എന്താണെന്നറിയാമോ? സകലത്തിനെയും കീഴ്പ്പെടുത്താൻ കഴിവുള്ളവന്റെ ശക്തി ഇതിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട്, വ്യാപരിക്കുന്നുണ്ട്, വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്ന ആമേൻ പറ. നടുകടലിൽ മുങ്ങിപ്പോകുമാറാകെ ശിഷ്യന്മാര് പരവശരായപ്പോൾ അവരെ കണ്ട കാഴ്ച ചെയ്ത, അവരെ മുക്കിക്കളയാൻ നോക്കുന്ന തിരയുടെ മുകളിൽ അതിനെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഒരുവൻ നടന്നു വരും. ആദ്യം അവർ ഭൂതമെന്നാ പറഞ്ഞത്. പിന്നെ മനസ്സിലായത് ഭൂതത്തിന് ഇത് കഴിയത്തില്ല, ഇത് കഴിയുന്ന ഒരുത്തനേ ഉള്ളൂ, അത് നസ്രയനാകുന്ന യേശു അത്രേ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, കീഴ്പ്പെടുത്താൻ നോക്കുന്നതിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് കയറി വന്ന ദൈവപുത്രൻ ഇന്ന് പകൽ നിന്നെ കീഴ്പ്പെടുത്താൻ നോക്കുന്ന, നിന്റെ വിഷയങ്ങളെ കീഴ്പ്പെടുത്താൻ നോക്കുന്നതിനെ നീ ഭാരപ്പെടേണ്ട കേട്ടോ. അതിനെ കീഴ്പ്പെടുത്താൻ അധികാരമുള്ള, അതിനെ കീഴ്പ്പെടുത്താൻ അധികാരമുള്ള ഒരു ദൈവപുത്രന്റെ ശക്തി ഇന്ന് പകൽ ഇതിന്റെ അകത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വ്യാപരിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരാണ് പറഞ്ഞത്. അവന്റെ ശക്തികളുമുണ്ട്, കീഴ്പ്പെടുത്താത്തതൊന്നുമില്ല. യാക്കോബ് ലേഖനത്തിൽ പറഞ്ഞു, ദൈവത്തിന് കീഴടങ്ങുവിൻ, എന്നാൽ നിങ്ങൾക്ക് പിശാചിനോട് എതിർക്കാം. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, എന്നാൽ നിങ്ങൾക്ക് പിശാചിനോട് എതിർക്കാം. ദൈവത്തിന് ആര് കീഴടങ്ങുന്നു അവൻ ചിലതിനെ കീഴ്പ്പെടുത്തും. ദൈവത്തിന് ആര് കീഴടങ്ങുന്നുവോ അവൻ ചിലതിനെ കീഴ്പ്പെടുത്തും. ദൈവത്തിന് ആര് കീഴടങ്ങുന്നുവോ അവൻ ചിലതിനെ കീഴ്പ്പെടുത്തും. Praise to Jesus. അതുകൊണ്ട് ഇന്ന് പകൽ ചിലതിനെ കീഴ്പ്പെടുത്തണം. കണ്ണുകളടച്ചേ, കണ്ണുകളടച്ചേ, എല്ലാ കണ്ണുകളും അടച്ചേ. യേശുവിന്റെ നാമത്തിൽ അല്പസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ആത്മാവിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ആത്മാവിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും ആത്മാവി ഒരു നിമിഷം എല്ലാവരും എഴുന്നേറ്റ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കണ്ണുകളടച്ച് അല്പനേരം ആത്മാവി പ്രാർത്ഥിച്ചേ, ആത്മാവി പ്രാർത്ഥിച്ചേ, ആത്മാവി പ്രാർത്ഥിച്ചേ, ആത്മാവി പ്രാർത്ഥിച്ചേ, ആത്മാവി പ്രാർത്ഥിച്ചേ. യേശു